വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വലിയ മധ്യസ്ഥവും പ്രാർത്ഥനയും ഈ മണിക്കൂറുകളിൽ ഞങ്ങൾ യാചിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. പറയാവോ ഹല്ലേലൂയ? സന്തോഷമാണോ? ഞങ്ങൾക്ക് സന്തോഷമാണ്. സന്തോഷമാണോ? അങ്ങനെ പറഞ്ഞാൽ തന്നെ സന്തോഷം വരും, അതുകൊണ്ടാണ് അങ്ങനെ പറയിപ്പിക്കുന്നത്. സന്തോഷമാണോ? ഹല്ലേലൂയ. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളിലേക്ക് കടക്കുകയാണ്. എൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നതും മഥിക്കുന്നതും ആവർത്തിച്ച് വരുന്നതുമായ ചില കാര്യങ്ങൾ ആമുഖത്തിൽ ഞാൻ പങ്കുവെക്കാം. അത് നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന പ്രേരണകൾ പറയാതിരിക്കാൻ പറ്റില്ല. അതിങ്ങനെ പ്രവാചകൻ പറയുന്നത് പോലെ നമ്മുടെ അകത്ത് കടന്നിങ്ങനെ നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും അത് പറയുന്നത് വരെ. പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ നമ്മളിനി നമ്മുടെ ഈ സഭയാകുന്ന തൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ ആകുലതകളിൽ നമ്മൾ പങ്കുചേരേണ്ടതുണ്ട്. സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തു സഹിക്കേണ്ടി വന്ന പീഡകരുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്ന് കൊളോസോസ് ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പസ്തോലനായ പൗലോസ് എഴുതുന്നുണ്ട്. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തു സഹിക്കേണ്ടി വന്ന പീഡകരുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഓരോ വിശ്വാസിയും ക്രിസ്തുവാകുന്ന ശിരസും സഭയാകുന്ന ശരീരവുമാണ്. ആ ക്രിസ്തുവിൻ്റെ ശിരസ് അനുഭവിക്കുന്ന വേദനയിൽ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം പങ്കുചേരുന്നുണ്ട്. അല്ലെങ്കിൽ ശരീരം മുഴുവൻ ആ വേദന ഏറ്റെടുക്കുകയാണ്. ശരീരം ക്രിസ്തുവിനോടുകൂടെ സഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സഭയെ പ്രതി ക്രിസ്തുവിന്, തൻ്റെ ശരീരമാകുന്ന സഭയെ പ്രതി ക്രിസ്തുവിനൊരു ഭാരമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദിവ്യകാരുണ്യം എന്ന ആ മഹാ ഔഷധത്തെ പറ്റിയും, ദിവ്യകാരുണ്യം എന്ന ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നത് സഭയ്ക്ക് ആഗമനം നൽകപ്പെട്ട ഏറ്റവും അമൂല്യമായ നിധി നിക്ഷേപമാണ് പരിശുദ്ധ കുർബാന എന്നാണ്. അതായത് സഭയ്ക്ക് ആഗമനം നൽകപ്പെട്ട സഭയുടെ ഏറ്റവും അമൂല്യമായ പ്രോപ്പർട്ടിയാണ് വിശുദ്ധ കുർബാന എന്നാണ് മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്. അപ്പോൾ ഈ അമൂല്യമായ നിക്ഷേപത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിന് പശ്ചാത്തലമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ആത്മാവ് നയിക്കുന്ന വഴിക്ക് അതിനെ കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഈ കാലഘട്ടത്തെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലത്തിൻ്റെ അടയാളങ്ങളെ വായിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് വായിക്കാം. തെസ്സലോനിക്കാർക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കായിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. നമ്മുടെ കർത്താവ്, ഉച്ചത്തിൽ വായിക്കണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെയും അവൻ്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെയും പറ്റി സഹോദരരെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതായത് ഈ സഭ ഇങ്ങനെ ഒരു എസ്കറ്റോളജിയെ, സഭ ഇങ്ങനെ യുഗാന്ത്യത്തെ, സഭ ഇങ്ങനെ പറൂസിയായെ, സഭ യേശുവിൻ്റെ 2-ാം വരവിനെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന കൂട്ടായ്മയാണ്. നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ നിങ്ങൾ പോകുന്നതായി കണ്ടതുപോലെ വാനമേഘങ്ങളിൽ അവൻ മടങ്ങി വരുമെന്ന് ദൂതന്മാർ അപ്പസ്തോലന്മാരോട് പറഞ്ഞ പ്രകാരം മിന്നലൊളി കിഴക്ക് നിന്ന് പ്രത്യക്ഷപ്പെടുന്നത് പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനമെന്ന് യേശു പറഞ്ഞതുപോലെ വീണ്ടും വരുമെന്ന് വാഗ്ദാനം ചെയ്ത് സ്വർഗത്തിലേക്ക് കടന്നുപോയ പ്രധാന പുരോഹിതൻ്റെ 2-ാം വരവിനെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന സഭയുടെ പേരാണ്, കൂട്ടായ്മയുടെ പേരാണ് സഭ. സഭ എപ്പോഴും യുഗാന്ത്യ ഉന്മുഖമാണ്. യുഗാന്ത്യ ഉന്മുഖം, എസ്കറ്റോളജിക്കലി ഓറിയൻറ്റഡ് ആണ്. സഭ എപ്പോഴും യുഗങ്ങളുടെ അന്തിമഘട്ടത്തെ ഉറ്റുനോക്കിയാണ് ജീവിക്കുന്നത്. അതായത് നമ്മുടെ നോട്ടം എപ്പോഴും വാനമേഘങ്ങളിൽ മടങ്ങി വരുന്ന രക്ഷകനെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരുടെ നോട്ടമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇത് മനസ്സിലാക്കണം. നമ്മൾ ഈ ചെറിയ കാഴ്ചകളിലേക്ക് ചുരുങ്ങിപ്പോകുന്നവരുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരല്ല സഭ. സഭ എപ്പോഴും, അതായത് പരിശുദ്ധ കുർബാനയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ഈ ഒരു വലിയ പശ്ചാത്തലത്തിനകത്ത് വേണം
ഈ പരമമായ ആരാധനയെ കൊണ്ട് പ്രതിഷ്ഠിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വളരെ ഗൗരവതരമായ ഒരു ശ്രദ്ധ ഈ സന്ധ്യയിൽ നിങ്ങൾ എനിക്ക് തരണം, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കണം. അതായത് കർത്താവ് നമ്മളെല്ലാവരുടെയും ഈ നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു കൂട്ടമാണിത്. പറഞ്ഞേ ഹല്ലേലൂയ. അവർ ഒരു കാല് മാത്രമേ ഈ ഭൂമിയിൽ വെച്ചിട്ടുള്ളൂ, മറുപാദം അവരുറപ്പിച്ചിരിക്കുന്നത് നിത്യതയിലാണ്. അതായത് നമ്മൾ വിശ്വസിക്കുന്ന ഏത് കാര്യത്തിൻ്റെയും സാധുതയും ആധികാരികതയും അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ റെലവൻസും അതിൻ്റെ സാധുതയും എല്ലാം നിർണയിക്കപ്പെടുന്നത് നിത്യതയുടെ വെളിച്ചത്തിൽ മാത്രമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഈ മരണത്തിനപ്പുറത്തുള്ളൊരു ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ സുവിശേഷത്തിന് പ്രസക്തിയുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. മരണാനന്തര ജീവിതത്തെ മുൻനിർത്തി അല്ലാത്ത ഒരു സുവിശേഷം പ്രസക്തമല്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഈ കർത്താവ് സുവിശേഷത്തിൽ 3 കൂട്ടം മനുഷ്യരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 കൂട്ടര്. ഒന്ന് ഇങ്ങനെയാണ്, അതിന് ഈശോ ഉപയോഗിച്ചൊരു വാക്കാണ് പുളിമാവ്, പുളിപ്പ്. 3 തരം പുളിപ്പുകളെ സൂക്ഷിക്കണം എന്ന് യേശു പറഞ്ഞു. ഒന്നാമത്തേത് ഈശോ പറഞ്ഞു പരിസേയരുടെ പുളിമാവിനെ സൂക്ഷിക്കണം. രണ്ടാമതായിട്ട് ഈശോ പറഞ്ഞു സദൂക്കായരുടെ പുളിമാവിനെ സൂക്ഷിക്കണം. മൂന്നാമതായിട്ട് ഈശോ പറഞ്ഞു ഹെറോദിൻ്റെ പുളിമാവിനെ സൂക്ഷിക്കണം. സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. ബിവെയർ, നിങ്ങൾ കരുതലോടെ ഇരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് അത്രയും എംഫാറ്റിക്കായിട്ട് യേശു പറഞ്ഞ വാചകമാണ്, കരുതലോടെ ഇരിക്കണം. മത്തായിയിലും മർക്കോസിലും പറയുന്നുണ്ടത്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല, ഒരു ആമുഖമായിട്ട് ചില കാര്യങ്ങളൊന്ന് പരാമർശിച്ച് പോകുന്നേ ഉള്ളൂ. പരിസേയരുടെ പുളിപ്പെന്ന് പറഞ്ഞാൽ കാപട്യമാണ്. ഹെറോദിൻ്റെ പുളിപ്പെന്ന് പറഞ്ഞാൽ ലൗകികതയും ആത്മീയതയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. സദൂക്കായരുടെ പുളിപ്പ്, അതിനെക്കുറിച്ചാണ് ഞാൻ പരാമർശിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. സദൂക്കായരുടെ പുളിമാവ് അതെന്തായിരുന്നു എന്നറിയാമോ? അതൊന്ന് മനസ്സിലാക്കണം. അപ്പസ്തോല പ്രവർത്തനം എടുക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പൗലോസ് അപ്പസ്തോലൻ ജെറുസലേമിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 23-ാമത്തെ അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. അപ്പസ്തോല പ്രവർത്തനം 23:6 മുതൽ വായിക്കാം. സംഘത്തിൽ ഒരു വിഭാഗം സദൂക്കായരും മറ്റുള്ളവർ പരിസേയരുമാണെന്ന് മനസ്സിലാക്കിയ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ ഒരു പരിസേയനും പരിസേയപുത്രനുമാണ്. മരിച്ചവരുടെ പുനരുത്ഥാനത്തിലുള്ള പ്രത്യാശയെ സംബന്ധിച്ചാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടുന്നത്. അവൻ ഇത് പറഞ്ഞപ്പോൾ പരിസേയരും സദൂക്കായരും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും അവിടെ കൂടിയിരുന്നവർ 2 പക്ഷമായി തിരിയുകയും ചെയ്തു. അപ്പോൾ അപ്പസ്തോലനായ പൗലോസ് വിചാരണ ചെയ്യപ്പെടുന്ന ആലോചനാ സംഘത്തിൻ്റെ മുമ്പിൽ വെച്ച് വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് പരിസേയരും സദൂക്കായരും തമ്മിൽ പക്ഷം തിരിഞ്ഞ് പോരടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. എന്നിട്ട് അവിടെ പറയുകയാണ് 8-ാമത്തെ വാക്യം, കാരണം പുനരുത്ഥാനമോ ദൈവദൂതനോ ആത്മാവോ ഇല്ല എന്നാണ് സദൂക്കായർ പറയുന്നത്. പരിസേയരാകട്ടെ ഇവയെല്ലാം ഉണ്ടെന്നും പറയുന്നു. അവിടെ വലിയ ബഹളം ഉണ്ടായി. അതായത് സദൂക്കായർ, യേശുവിൻ്റെ കാലത്ത് പുരോഹിത വർഗം സദൂക്കായരായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ അന്നാസ്, കയ്യാപ്പ, ഇതൊക്കെ സദൂക്കായരാണ്. ഈ സദൂക്കായരുടെ പ്രത്യേകത പ്രാക്ടിക്കൽ റിലീജൻ്റെ ആളുകളാണിത്. പ്രായോഗിക മതം, അവരാണ് സദൂക്കായർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തോട് ഒത്തുപോകുന്ന ഒരു മതം. ശാസ്ത്രത്തെ വെല്ലുവിളിക്കാത്ത ഒരു മതം. യുക്തിഭദ്രമായ കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുന്ന ഒരു മതം. യുക്തിപരമായി തെളിയിക്കാവുന്ന കാര്യങ്ങളുടെ ആധികാരികത മാത്രം ഏറ്റെടുക്കുന്ന ഒരു മതം. ഇങ്ങനെ ഒരു മതമുണ്ട്. ഇതാണ് സദൂക്കായരുടെ മതം. അപ്പോൾ അവർ പഞ്ചഗ്രന്ഥി മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, അത് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ബൈബിളിൽ അവർ സെലക്റ്റീവാണ്. ബൈബിളിലെ എല്ലാ ഗ്രന്ഥങ്ങളും, പഴയ നിയമത്തിലെ തോറായിലെ എല്ലാ പുസ്തകങ്ങളും സദൂക്കായർ അംഗീകരിച്ചിരുന്നില്ല. അവർ സെലക്റ്റീവായിരുന്നു. എന്തുകൊണ്ട് സെലക്റ്റീവായി എന്ന ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ ലോകത്തിനപ്പുറത്തുള്ള കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ അവർക്ക് താല്പര്യമില്ല. പുനരുത്ഥാനം ഇല്ല, ആത്മാവ് ഇല്ല, മാലാഖമാർ ഇല്ല,
മരണാനന്തര ജീവിതം ഇല്ല. ഇതാണ് സദൂക്കായ മതം. ഈശോ പറഞ്ഞു, വരാൻ പോകുന്നൊരു കാലത്തെ മുൻകൂട്ടി കണ്ടാലെന്നവണ്ണം ദൈവപുത്രനായ യേശു പറഞ്ഞു, സൂക്ഷിച്ചോണം, ഒരു കാലം വരും. ആ കാലത്ത് ഈ സദൂക്കായ മതം വീണ്ടും രംഗപ്രവേശം ചെയ്യും. അത്ഭുതങ്ങളില്ലെന്ന് പറയും, മാലാഖമാരില്ലെന്ന് പറയും, മരണാനന്തര ജീവിതം ഇല്ലെന്ന് പറയും, സ്വർഗമോ നരകമോ ഇല്ലെന്ന് പറയും. പ്രാക്ടിക്കൽ റിലിജൻ, ഈ ഭൂമിയിൽ ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു ക്രിസ്തീയത, ഈ ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു ക്രിസ്ത്യാനിറ്റി. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് അന്തിക്രിസ്തുവിൻ്റെ അരൂപിയാണ്. അന്തിക്രിസ്തു എന്നത്, എതിർ ക്രിസ്തു എന്നത് ഒരു വ്യക്തിയാണ്. വളരെ ശ്രദ്ധിക്കണം. എതിർ ക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി എന്നാണ് അപ്പോസ്തലനെ വിളിക്കുന്നത്. അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി, അതൊരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി ഏറ്റവും ഒടുവിലാണ് വ്യക്തിയായിട്ട് എമർജ് ചെയ്യുന്നത്. ഒരു വ്യക്തിയായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഏറ്റവും ഒടുവിലാണ്, ഈ യാത്രയുടെ ഏറ്റവും ഒടുവിലാണ്. ഒരു വ്യക്തിയായി രംഗപ്രവേശം ചെയ്യുന്നതിന് മുമ്പ് എതിർ ക്രിസ്തു ഒരു കൾച്ചറായും ഒരു സംസ്കാരമായും ഒരു അരൂപിയായും ഒരു അവബോധമായും പ്രത്യക്ഷപ്പെടും. യോഹന്നാൻ പറയുന്നുണ്ട്, ഓൾറെഡി എതിർ ക്രിസ്തു നമ്മുടെ ഇടയിലുണ്ട്. യോഹന്നാൻ അത് എഴുതുന്ന കാലത്ത് തന്നെ പറയുന്നുണ്ട്. അതായത് ആദിമ നൂറ്റാണ്ടിൽ തന്നെ പറയുകയാണ്, ആൻറ്റി ക്രൈസ്റ്റ്, അവൻ്റെ അരൂപി ഇപ്പം തന്നെ നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു കൾച്ചറായിട്ട്, അതൊരു അവബോധമായിട്ട്, അതൊരു കോൺഷ്യസ്നെസ് ആയിട്ട്, അതൊരു ധാരണയായിട്ട്, അതൊരു ജീവിത രീതിയായിട്ട് എതിർ ക്രിസ്തുവിൻ്റെ അരൂപി നമ്മുടെ ഇടയിലുണ്ട്. ആ അരൂപിയുടെ ഒരു വെളിപ്പെടുത്തലാണ് ഈ ലോകത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ മമതയില്ലാത്തത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ലോകത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകണമെന്നറിയാം? അപകടകരമായൊരു പ്രവണത വളർന്നു വരുന്നുണ്ട്. അത് പലയിടങ്ങളിൽ, പല അക്കാദമിക രംഗങ്ങളിൽ, അതുപോലെ തന്നെ ഒത്തിരി, എനിക്ക് തുറന്നു പറയാൻ പലതും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പരിശീലന കേന്ദ്രങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ കയറിയിട്ടുണ്ട്. എന്താണ് അവർ പഠിപ്പിക്കും? മാലാഖമാരില്ല. എനിക്ക് നേരിട്ടറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ പരസ്യമായിട്ട് മൈക്കിലൂടെ പറയില്ല. നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ പറയാം ആരാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് മാലാഖമാരില്ല, സ്വർഗമില്ല, നരകമില്ല, മനസ്സിലാവുന്നുണ്ടോ? പിശാചില്ല. ഇതൊക്കെ പരിശീലന കേന്ദ്രങ്ങളിൽ പോലും ഇങ്ങനെയുള്ള ആളുകൾ കയറി പറ്റിക്കഴിഞ്ഞു. അപ്പോൾ ഇത് അരൂപിയാണ്. അപ്പോൾ ഇത് ഒരു തലമുറ ഇതിനെ രൂപപ്പെടുത്താൻ പോകണം. എന്താണ്? പ്രാക്ടിക്കൽ റിലിജൻ, ഈ ലോകത്തിൽ ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു ക്രിസ്തീയത. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. വളരെ ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു കാലം ഇങ്ങനെ എമേർജ് ചെയ്ത് വരികയാണ്. എന്നിട്ട് ഞാൻ കഴിഞ്ഞ വർഷം സൂചിപ്പിച്ചതാണ്, ഈ അടിസ്ഥാനങ്ങളെല്ലാം എടുത്തു കളയും. അതാണ് അവരാദ്യം ചെയ്യുന്നത്. ഫൗണ്ടേഷൻസിനെ തകർക്കും. ഫൗണ്ടേഷൻസ് തകർക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് സ്ക്രിപ്ചർ, വിശുദ്ധ ലിഖിതത്തിൻ്റെ ഫൗണ്ടേഷൻ തകർക്കും. സ്ക്രിപ്ചർ ഈസ് നോ ലോങ്ങർ എ ഫൗണ്ടേഷൻ. അതായത് വിശുദ്ധ ഗ്രന്ഥം സത്യത്തിൻ്റെ ആധികാരിക ഗ്രന്ഥമല്ല എന്ന് പറഞ്ഞാൽ, സത്യം ഇപ്പോൾ ശ്രദ്ധിച്ചേ, നമുക്കൊരു ഒരു തലമുറ, നമ്മുടെ വല്യമ്മച്ചിമാരോടൊക്കെ ചോദിക്കുകയാണ്, എന്താണ് സത്യം എന്ന് ചോദിച്ചാൽ അവർ പറയും, ബൈബിള് പറയുന്നതാണ് സത്യം, സഭ പറയുന്നതാണ് സത്യം. ഇന്നൊരാളോട് ചോദിക്കുക എന്താണ് സത്യം, ഇന്ന് സത്യത്തിന് വേറെ സോഴ്സുകളുണ്ട്, ഇന്ന് വേറെ പലരും പറയുന്നതാണ് സത്യം, അല്ലേ? ആണിനെ കല്യാണം കഴിക്കുന്നത് ഇന്നത്തെ സത്യത്തിലൊന്നാണ്, പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് ഇന്ന് കുഴപ്പമില്ലാത്ത കാര്യങ്ങളിലൊന്നാണ്. മനസ്സിലായ? സത്യത്തിന് വേറെ ഉറവിടങ്ങൾ വരികയാണ്. അതായത് എന്ത് ശരി എന്ത് തെറ്റ് എന്ന് തീരുമാനിക്കാൻ വേറെ സോഴ്സുകൾ വരികയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? പതുക്കെ ഇതെല്ലാം ഈ ബുദ്ധിയുള്ള ആളുകളുടെ ഇടയിലാണ് ഇത് ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് ഇതിങ്ങനെ പടരുന്നത്. എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ വേദപുസ്തകത്തിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്തു. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാൾ, നിങ്ങളത് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്, വളരെ പ്രധാനപ്പെട്ട ഒരാൾ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ, ഒരു പത്രപ്രവർത്തകൻ ഒരു കാര്യത്തെക്കുറിച്ച്, ഇപ്പോൾ ആണിനെ കല്യാണം കഴിക്കുന്നതും പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളിൽ ഒന്നാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞപ്പോൾ ചോദ്യം ചോദിച്ച പത്രപ്രവർത്തകൻ ഇങ്ങനെ ചോദിച്ചു, ബൈബിള് അങ്ങനെ അല്ലല്ലോ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ ബഹുമാന്യ വ്യക്തി കൊടുത്ത മറുപടി ഇങ്ങനെയാണ്,
ബൈബിളിൽ എഴുതിയിരിക്കുന്നതൊക്കെയാണ് പരമസത്യമെന്ന് ആര് പറഞ്ഞു? എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു, യേശു പറഞ്ഞ കാര്യങ്ങൾ പുറകെ നടന്ന് വല്ലവരും റെക്കോർഡ് ചെയ്ത് എഴുതി വെച്ചതൊന്നും അല്ലല്ലോ. എന്താ സംഭവിക്കുന്നറിയാമോ? ഇതൊരു ധാരണയാണ്, ഇതൊരു സ്കൂൾ ഓഫ് ടീച്ചിങ് ആണ്. എന്താണ് ഇവർ ശ്രമിക്കുന്നത്? ഈ പുസ്തകം സത്യത്തിന്റെ ആധികാരിക ഗ്രന്ഥമല്ല. സ്ക്രിപ്ചർ ഈസ് നോ ലോങ്ങർ എ ഫൗണ്ടേഷൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അടിത്തറ ഇളക്കാൻ ഇത് മതി. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. എന്ന് പറയാൻ കാരണം ഇത് നമ്മൾ അറിയണം. ഇത് എന്തെന്നറിയാമോ? നമ്മുടെ ജനത്തിന്റെ പ്രശ്നം എന്തെന്നറിയാമോ? നമ്മൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് സ്തോത്രം പറഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചുപോയി. തിയോളജിക്കൽ നോളജ് സീറോ, ബേസിക് കാറ്റക്കിസം സീറോ. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ഒരു സാമാന്യ ജനത്തിന്റെ പ്രശ്നം. എക്ലേസിയോളജി സീറോ, സഭാശാസ്ത്രം സീറോ. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. പക്ഷെ ഒരു സാമാന്യ ജനത്തിന്റെ മഹാഭൂരിപക്ഷത്തിന്റെയും പ്രവണത എന്താന്ന് വെച്ചാൽ ജനത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് ധാരണകളില്ല. പറഞ്ഞേ ഹല്ലേലൂയ, മനസ്സിലായി? അതുകൊണ്ട് എന്താ സംഭവിക്കുന്നറിയാം? ആര് പറഞ്ഞാലും ഏത് കാറ്റടിച്ചാലും അങ്ങോട്ട് പോകാൻ മടിയില്ലാത്തൊരു ജനത ഒത്തിരി ഉണ്ട് നമ്മുടെ ഇടയിൽ. ആര് വിളിച്ചാലും പോകും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ബൈബിള്, ഇനി വിശുദ്ധ കുർബാന അടുത്തൊരു ഫൗണ്ടേഷനാണ്. ഈ ഫൗണ്ടേഷനെ കയറി പിടിച്ചാൽ ഗുണം എന്തെന്നറിയാമോ? പിന്നെ ഈ സിസ്റ്റത്തെ കൊളാപ്സ് ചെയ്യാൻ എളുപ്പമാണ്, പിന്നെ ഈ സിസ്റ്റത്തെ തകർക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് അപ്പസ്തോലൻ പറയാണ്, നിങ്ങൾക്ക് ഈ യുഗാന്ത്യത്തെക്കുറിച്ച് വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടാവണം. ആ അറിവിന് നമ്മൾ റൂട്ട് ചെയ്യുന്നത് ഈ ബൈബിളാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ഫനാറ്റിക്കായിട്ട് നിങ്ങൾ വേദപുസ്തകത്തിൻ്റെ സത്യം വിശ്വസിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തിന്മയുണ്ടാവാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, തിരുവെഴുത്തുകളെ വിശ്വസിക്കുന്നവർക്ക് വലിയ ദൈവകൃപ ദൈവം പ്രദാനം ചെയ്യും. ഇത് എഴുതപ്പെട്ട ദൈവത്തിൻ്റെ സ്വരമാണ്. ഇത് ദൈവം സംസാരിച്ചതാണ്. കാലാകാലങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായ ദൈവ മനുഷ്യർ സംസാരിച്ചതാണ്. അതിന് തെറ്റില്ല. അത് ആധികാരികമാണ്. അത് സത്യത്തിൻ്റെ മാർഗരേഖയാണ്, ജീവിത പ്രമാണമാണ്, അത് വിശ്വസനീയമാണ്. അതുകൊണ്ട് ബൈബിള് പറയുന്ന കാര്യങ്ങളെ അന്ധമായി വിശ്വസിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് വേദപുസ്തകത്തെ അന്ധമായി വിശ്വസിക്കണം. അന്ധമായി, ബ്ലൈൻഡായിട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കൂട്ടിച്ചേർക്കാനോ അതിലൊന്നും മാറ്റാനോ പാടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. സാത്താൻ എന്താ ചെയ്യുന്നറിയാം? ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ സാത്താൻ രംഗപ്രവേശനം ചെയ്യുമ്പോൾ അവൻ്റെ ടാക്റ്റിക് എന്തായിരുന്നെന്നറിയാമോ? അവൻ ദൈവം പറഞ്ഞ ദൈവവചനത്തെ ട്വിസ്റ്റ് ചെയ്തു. ആദി പാപം രംഗപ്രവേശനം ചെയ്തത് ദൈവം പറഞ്ഞതിനെതിരെ സംസാരിച്ചിട്ടല്ല, ദൈവം പറഞ്ഞതിൽ ചെറിയൊരു ഭേദഗതി വരുത്തിയിട്ടാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ദൈവം പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഏത് പഴവും ഭക്ഷിക്കാം, പക്ഷെ അതിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നരുത് ദൈവം പറഞ്ഞു. വന്നിട്ട് അവൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അതായത് ദൈവം എന്താ പറഞ്ഞിട്ടുള്ളത്? ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, ചെറിയ വ്യത്യാസം. അവൻ വന്നിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ്? സർപ്പം സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവം പറഞ്ഞ എന്താണ്? തോട്ടത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ എല്ലാം പഴം പറിച്ച് തിന്നോളുക, ഒരെണ്ണത്തിൻ്റെ തിന്നരുത്. ഇവൻ്റെ ചോദ്യം എങ്ങനെ ഇവൻ ഫ്രെയിം ചെയ്യുന്ന കണ്ടോ? തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കില്ല. ദൈവം പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ദൈവം പറഞ്ഞു നിങ്ങൾ മരിക്കും, സാത്താൻ പറഞ്ഞു നിങ്ങൾ. അപ്പൊ ദൈവവചനത്തെ വളച്ചൊടിച്ചതാണ്, ദൈവവചനത്തെ അവിശ്വസിക്കാൻ പ്രേരിപ്പിച്ചതാണ് ആദി പാപം. മനുഷ്യ ചരിത്രത്തിലെ, മനുഷ്യകുലത്തിലെ പാപം ആരംഭിക്കുന്നത് ദൈവവചനം അവിശ്വസിക്കാൻ പ്രേരിപ്പിച്ച സ്ഥലത്തു നിന്നാണ്. അതുകൊണ്ട് എനിക്ക് ആരംഭമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യം, കണ്ണും പൂട്ടി ദൈവവചനത്തെ വിശ്വസിക്കണം, അന്ധമായിട്ട് വിശ്വസിക്കണം. അതിന് നിങ്ങളൊരു ഫനാറ്റിക് ആണെന്നോ തീവ്രവാദിയാണെന്നോ ഇനി നിങ്ങൾ മണ്ടനാണെന്നോ ഒക്കെ ലോകം വിധി എഴുതിയാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം,
സർവശക്തനും രാജാവും നാഥനും പ്രഭുവുമായ എല്ലാ ആധിപത്യങ്ങളും ചുമലിൽ വെക്കപ്പെട്ട യേശു നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ വചനം ഏറ്റെടുക്കുന്നവൻ്റെ കൂടെ കർത്താവ് ഉണ്ടാവും. ഒരു സംശയം വേണ്ട, അതിന് യാതൊരു സംശയം വേണ്ട. നിന്റെ എല്ലാ പ്രവൃത്തികളിലും യേശുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അവിടെ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 1 മുതൽ വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെയും അവൻ്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെയും പറ്റി സഹോദരരെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരും ആകരുത്. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എവിടെ യുഗാന്ത്യത്തെക്കുറിച്ചോ യേശുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ചോ യുഗാന്ത്യത്തിൽ സംഭവിക്കാൻ പോകുന്ന അടയാളങ്ങളെക്കുറിച്ചോ ബൈബിൾ പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ എല്ലാം ആവർത്തിക്കപ്പെടുന്നൊരു സെൻറ്റൻസാണ്, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കട്ടെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് വഴി തെറ്റാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. സഭ, കർത്താവ് സ്ഥാപിച്ച സഭയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. വേറെ ഒരു വഴിയില്ല. മനസ്സിലായോ? വളരെ ആകർഷണീയമായ, വിശ്വസനീയമായ, ബൈബിളിലെ വാക്യങ്ങൾ തന്നെ എടുത്ത് സ്ഥാപിക്കുന്ന വിവിധങ്ങളായ പ്രബോധനങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. സൂക്ഷിച്ച് അടുത്ത് എന്ന് ഒരുപാട് ദിവസങ്ങളും നാളുകളും കഴിയുമ്പോഴേ ഇതിൻ്റെ വഞ്ചന തിരിച്ചറിയത്തുള്ളൂ. പെരിഫറി ലെവലിൽ ഇത് വളരെ ആകർഷണീയമാണ്. എനിക്ക് പറയാനുള്ളത്, കർത്താവ് സ്ഥാപിച്ച സഭയോടും സഭയുടെ സംവിധാനങ്ങളോടും ചേർന്ന് നിന്നാൽ ഒരിക്കലും വഴിതെറ്റത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ഒരുപാട് കൾട്ട് ഗ്രൂപ്പുകൾ അന്തരീക്ഷത്തിലുണ്ട്, ഒരുപാട്. അത് സഭയുടെ പേരിലുമുണ്ട്, സഭയ്ക്ക് എതിരായിട്ടുമുണ്ട്. മനസ്സിലായോ? അതായത് ദൈവം സ്ഥാപിച്ച സഭയുടെ പേരിലും കൾട്ട് ഗ്രൂപ്പുകളുണ്ട്, ഇനി സഭയ്ക്കെതിരായിട്ടുമുണ്ട്. ഇത് പെരിഫറിയിൽ, ഉപരിതലത്തിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവത്തില്ല. കാരണം എല്ലാം ഒരുപോലെ ഇരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. എല്ലാം ഒരുപോലെ ഇരിക്കും. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? അതുകൊണ്ട് ഇന്ന് ഈ ആശയങ്ങളുടെ പ്രളയമുണ്ട് ഇൻ്റർനെറ്റിൽ. ആരെ വേണേലും നിങ്ങൾക്ക് കേൾക്കാം, ആരുടെ പ്രബോധനത്തിൻ്റെ പിന്നാലെയും പോവാം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് ഇൻ്റർനെറ്റിൽ. എന്തെന്നറിയാം? ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, സഭയോടും സഭാ പ്രബോധനത്തോടും ചേർന്ന് നിൽക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ഒരു പ്രബോധനം വരുമ്പോൾ ഇത് ഒരാളെ മാത്രം നോക്കരുത്. ഒന്ന്, ഇയാൾ ഏത് സഭയാണ്, ഇത് അപ്പസ്തോലികമായൊരു പ്രബോധനത്തിൻ്റെ ഭാഗമാണോ ഇയാൾ? രണ്ടാമത്തെ കാര്യം, ഇയാളെ തിരുത്താൻ ഇയാളുടെ മുകളിൽ ഒരാളുണ്ടോ? ഈ ചോദ്യം ചോദിക്കാതെ ഒരാളുടെയും പുറകെ പോകരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? ഈ ആളെ ചോദ്യം ചെയ്യാനും തിരുത്താനും ഇയാളൊരു അധികാരത്തിന് വിധേയനാണോ? അത് ചോദിക്കാതെ ഒരാളുടെയും കൂടെ പോകരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇയാളെ തിരുത്താനും ഇയാളെ അനുസരണം വാഗ്ദാനം ചെയ്യും. ഇയാൾ പറയുന്ന കാര്യങ്ങളുടെ പ്രബോധനത്തിൻ്റെ ആധികാരികത, ഇതിൻ്റെ വെറാസിറ്റി വിലയിരുത്താൻ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് അങ്ങനെയില്ലാത്ത സ്വയം പ്രഖ്യാപിത പ്രവാചകന്മാർ ഇഷ്ടം പോലുണ്ട്. അനേക ആളുകൾ പള്ളി വരും, കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും, അവരുടെ കൂടെയും പോവും. ആളെ അറിയുന്നില്ലത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവ് പറയുകയാണ്, ആരും നിങ്ങളെ, ഈ അന്ത്യകാലത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ ക്ഷണത്തിൽ, ആദ്യ ദർശനത്തിൽ ശരിയാണെന്ന് തോന്നുന്ന അനേകം പ്രബോധനങ്ങൾ, എല്ലാത്തിനും കുഞ്ഞാടിൻ്റെ മേലാവരണവും ചെന്നായിയുടെ ഹൃദയമായിരിക്കും. എല്ലാത്തിനും കാണുമ്പോൾ എല്ലാം കുഞ്ഞാടാണ്, കാണുമ്പോൾ എല്ലാം നല്ലതാണ്. മനസ്സിലായോ? ഒരു സംശയവും തോന്നില്ല. ഈശോ ഉണ്ടാവും, മാതാവ് ഉണ്ടാവും, കുരിശുണ്ടാവും, പിന്നെ എല്ലാം നമ്മൾ പ്രാർത്ഥന എല്ലാം ഉണ്ട്. ആ അടിയിലോട്ട് ചെല്ലുമ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് മനസ്സിലായോ? ഇതെല്ലാം വളരെ കരുതലോടിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. വളരെ കരുതലോടിരിക്കണം. ഞാനിത് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, ഞാനിത് പറയും, ഒരു കാര്യം പോലും വചനവേദിയിൽ ഒരു കാര്യം പോലും വെറുതെ പറയില്ല. കാരണം എന്താ പറയുക, ഇതൊന്നും പ്രീ പ്ലാൻഡ് അല്ല. അതാണ് എൻ്റെ പ്രത്യേകത. ഇത് പറയുമ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇത് നേരത്തെ ഇരുന്ന് രാവിലെ മുതലിന്ന് ആലോചിച്ച് മനസ്സിൽ കരുതി കൂട്ടിയ കാര്യങ്ങളല്ല ഈ പറയുന്നത്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു സുവിശേഷകൻ, അയാൾ ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു സുവിശേഷകനെ കംപ്ലീറ്റായിട്ട് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. അയാളുടെ പറയുന്ന വാക്കുകളിൽ മാനുഷികമായ തെറ്റുകൾ ചിലപ്പോൾ വരാം, പറയുന്ന സെൻറ്റൻസിൽ തെറ്റ് വരാം, പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ ഓർമ്മപ്പശക തെറ്റൊക്കെ വരാം. അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ആത്മാവിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചോണം. ഇനി ഇത് കൂടാൻ പോവാണ്. ഇങ്ങനെ ഇഷ്ടം പോലെ ഗ്രൂപ്പുകൾ വരും.
കാണുന്ന മാത്രയിൽ ക്ഷണനേരത്തേക്ക് പെട്ടെന്ന് അനുഗ്രഹം കിട്ടാൻ ഇതൊക്കെ ഗുണപ്പെടുമെന്ന് തോന്നുകയും ചെയ്യും. ഒരു കാരണവശാലും ജീവൻ പോകേണ്ടി വന്നാലും പോകരുത്. കുമ്പസാരം, കുർബാന, പ്രാർത്ഥന, ജപമാല, തിരുസഭ ഇത് വിട്ടിട്ട് ഒരു വഴിക്കും പോകരുത്. മനസ്സിലായോ? അതായത് നമുക്ക് ഒരു വിശ്വാസിക്ക് വിമോചനം പ്രാപിക്കാനും രക്ഷ പ്രാപിക്കാനുമുള്ള സകല സംവിധാനങ്ങളും ദൈവം സ്ഥാപിച്ച സഭയ്ക്കകത്ത് ഇഷ്ടം പോലുണ്ട്. പിന്നെന്തിനാണ് ഈ തട്ടുകടകൾ തിരക്കി പോണത്? പിന്നെന്തിനാണ്? അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഇത് ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പൊ വായിക്കാം 3-ാമത്തെ വാക്യം. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ, എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗം ഉണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടി. മനസ്സിലായോ? അതായത് അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം. വിശ്വാസത്യാഗം ഉണ്ടാവും. വിശ്വാസം വിട്ട് ആളുകൾ പോകും. ഇത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നിങ്ങളിത് അറിഞ്ഞിരിക്കണം. വിശ്വാസത്യാഗത്തെ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. വിശ്വാസത്യാഗം ഉണ്ടാവും എന്നാ പറഞ്ഞേക്കുന്നത്. ഉണ്ടായേക്കും എന്നല്ല, ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്നല്ല. ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഉണ്ടാവുമെങ്കിൽ അതിനകത്ത് ഉൾപ്പെടാതിരിക്കാൻ സൂക്ഷിക്കാൻ വേണ്ടത്. വിശ്വാസം വിട്ടുപോകുന്ന ആളുകളുണ്ടാവും. ഈശോ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ തിരിച്ചു വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസത്യാഗം ഉണ്ടാവും. വിശ്വാസത്യാഗം ഉണ്ടാവുന്നതിൻ്റെ വിശദീകരണമാണ് അടുത്ത് പറയുന്നത്. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. ഒരാൾ പറയാണ്, ഞാൻ പറയുന്ന വിധത്തിലാണ് കുർബാന അർപ്പിക്കേണ്ടത്. ഒരാൾ പറയാണ്, ഞാൻ പറയുന്ന വിധത്തിലാണ് ഈ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആരാധനാ വിഷയമായതിൻ്റെ മുകളിൽ ഒരാൾ തന്നെ പ്രതിഷ്ഠിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ വെറുതെ എഴുതി വെച്ചിരിക്കുന്നല്ല. ആരാധനാ വിഷയമായതിൻ്റെ മേളിൽ ഓരോരുത്തർ തന്നെ പ്രതിഷ്ഠിക്കും. എന്നിട്ട് പറയും, ഇതാണ് ശരിയെന്ന് പറയും. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ കാര്യങ്ങൾക്ക് മുകളിൽ അവൻ തന്നെ, ഈ അരൂപി തന്നെ പ്രതിഷ്ഠിക്കും. എന്നിട്ട് പറയും, ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് പറയും. ഞങ്ങളെ ആരും നിയന്ത്രിക്കേണ്ടെന്ന് പറയും. ഓരോരുത്തരുടെ വഴിക്ക് പോകും. ഓരോരുത്തരും തന്നിഷ്ടം പോലെ പെരുമാറും. കർത്താവ് പറയുകയാണ്, ഈ വിശ്വാസത്യാഗം ഉണ്ടാവുന്നതിൻ്റെ കാരണം പറയുകയാണ്. വായിക്ക് 4-ാമത്തെ വാക്യം. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ചുമ്മാ എഴുതി വെച്ചിരിക്കുകയാണോ? ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ദൈവത്തിൻ്റെ ആലയത്തിൽ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്ത വാക്യം. ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ? സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മാത്രം അവൻ പ്രത്യക്ഷപ്പെടും. കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവശേഷമാക്കുകയും ചെയ്യും. അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ടത്, ശ്രദ്ധയോടെ വായിക്കുക. സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ, മനസ്സിലായോ? മാൻ ഓഫ് ലോലെസ്നെസ്, നിയമനിഷേധി. ഒരു നിയമത്തിനും ഒരു ചട്ടത്തിനും അവൻ വിധേയനല്ല. അതായത് നിയമം അനുസരിക്കാൻ അവൻ തയ്യാറല്ല. ദൈവസഭയുടെ കീഴ്വഴക്കങ്ങൾക്ക് അയാൾ വിധേയനാവാൻ തയ്യാറല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതായത് ദൈവം അനുശാസിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് കീഴടങ്ങാൻ വ്യക്തി തയ്യാറല്ല. അതാണ് സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും. മനസ്സിലാവുന്നുണ്ടോ? അത് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന അരൂപി വരുമ്പോൾ
അല്ലെങ്കിൽ അത് പ്രത്യക്ഷപ്പെടുമ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാവും. ഈ മനുഷ്യരെപ്പോഴും വീണു പോകുന്ന ഏത് കാര്യത്തിലാണ്? അത്ഭുതവും അടയാളവും കാണുമ്പോഴാണ്. മനസ്സിലായി? അത്ഭുതം കാണും, അടയാളം കാണും, അത് കണ്ടിട്ട് ദൈവം ഇല്ലെങ്കിൽ അങ്ങനെ നടക്കുമോ എന്ന് ചോദിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയട്ടെ, തെറ്റിദ്ധരിക്കരുത്. വിശ്വാസം പോവുകയും ചെയ്യരുത്. പിന്നെ ആ വിശ്വാസം പോയാലും കുഴപ്പമില്ല, അത് ശരിക്കുള്ള വിശ്വാസം അല്ല, അത് പോയാലും കുഴപ്പമില്ല. ഞാൻ ഈ പറയുന്നുണ്ട് എന്താണെന്നറിയാമോ? എല്ലാ മതത്തിലെ എല്ലാ ഭക്തന്മാരും ഇനി ഏതെങ്കിലും ഒരു ഗോത്രദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യനും പ്രാർത്ഥിച്ചാൽ അവന് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. അതിപ്പോൾ ക്രിസ്ത്യാനി തന്നെ പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? ഏത് മതത്തിൽ ശബരിമലയ്ക്ക് പോകുന്ന ശബരിമല ഭക്തൻ പോയി പ്രാർത്ഥിക്കുമ്പോഴും അവൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതല്ലേ ആളുകൾ പോണേ. ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ് ആറ്റുകാൽ പൊങ്കാലയുണ്ട്. ആറ്റുകാൽ പൊങ്കാല ഓരോ കൊല്ലം കഴിയുന്തോറും അവിടെ വരുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിയാണ് വരുന്നത്. പബ്ലിസിറ്റി നമ്മുടെ പോലെ പിന്നെ നോട്ടീസ് അടിച്ച് പബ്ലിസിറ്റി കൊടുത്തിട്ടൊന്നുമല്ല. ആളുകൾ പറഞ്ഞു കേട്ട് സ്ത്രീകൾ വരുന്നതാണ്. എന്താ വരുന്നത്? ഈ വന്ന സ്ത്രീകളുടെയൊക്കെ ആവശ്യങ്ങളൊക്കെ നടന്നു കാണും. അതുകൊണ്ടല്ലേ. തെറ്റിദ്ധരിക്കരുത്, മനസ്സിലായോ? ഞാൻ പൊങ്കാലയ്ക്ക് മാലയിടാൻ വന്നതല്ല, മറിച്ച് പറയുന്ന കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ ക്രിസ്ത്യാനിയുടെ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നിൻ്റെയും ഒരു സത്യത്തിൻ്റെയും വിളംബരങ്ങളല്ല. പറഞ്ഞേ ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ട് ഒരു കാര്യം സത്യമാണെന്ന് പറയാൻ അതിൻ്റെ വെറാസിറ്റി, അതിൻ്റെ ആധികാരികത നിർണ്ണയിക്കാനുള്ള ടൂൾ അല്ല. പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. നമ്മളതിനെതിരല്ല, നമ്മളതിന് വേണ്ടിയുള്ളവരാണ്. സംഭവിക്കണം. പക്ഷെ അതല്ല ഒരു സത്യത്തിൻ്റെ മാനദണ്ഡം. മനസ്സിലാവുന്നോ? അപ്പം എന്താണെന്നറിയാമോ? ഇങ്ങനെ വരുന്ന ഒരു ഫോഴ്സ്, ഇങ്ങനെ അന്ത്യക്രിസ്തുവിൻ്റെ അരൂപിയോടെ വരുന്ന ഒരു ഫോഴ്സ് വേണമെങ്കിൽ ചിലപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. അവർക്ക് സ്വാധീനം ഉണ്ടാവും, കരുത്തുണ്ടാവും, അറിവുണ്ടാവും, വാക്ചാതുര്യം ഉണ്ടാവും, പാടവം ഉണ്ടാവും, നല്ല കാര്യസം ഉണ്ടാവും, നല്ല പ്രഭാവം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ടത് സത്യമാണെന്ന് വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? വായിച്ചേ. സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. അതിനാൽ വ്യാജമായ ഇതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം സാത്താൻ അവരിൽ ഉണർത്തും. ഞാൻ വായിച്ച കറക്റ്റാണോ എന്ന് പറയണേ. അതിനാൽ വ്യാജമായ ഇതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം സാത്താൻ അവരിൽ ഉണർത്തും. നിങ്ങളുടെ ബൈബിളിൽ എങ്ങനാ? അവിടെ ഈ പ്രശ്നം ഇതാണ്. നമ്മുടെ ഹൃദയവേദന തരുന്ന വചനമാണത്. അതായത് തെറ്റ് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം പിശാച് ഉണർത്തുമെന്നല്ല, ദൈവം ഉണർത്തുമെന്ന്. ദൈവം, നിങ്ങളിത് ശ്രദ്ധിക്കാവോ? ദൈവം ഉണർത്തുമെന്ന്. വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം ഉണർത്തുമെന്ന്. എന്തുകൊണ്ടാണ് ദൈവം ഉണർത്തുന്നതെന്നറിയാമോ? ദൈവം ഉണർത്തുന്നത് അതിൻ്റെ കാരണമാണ് തൊട്ടുമുമ്പ് പറയുന്നത്. സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും മടി കാണിക്കുന്നവരിൽ. അതായത് ദൈവത്തെ ഒരു കച്ചവടച്ചരക്കായിട്ട് കാണുന്നവരിൽ, കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരിൽ, തങ്ങളുടെ ജീവിതത്തിലെ അപ്പോഴുള്ള ഇമ്മീഡിയറ്റായ നീഡിന് വേണ്ടി മാത്രം ദൈവത്തെ തിരയുന്നവരിൽ, ഭൗതികമായ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരിൽ, സത്യത്തെ സ്നേഹിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിക്കാനുള്ള മടിയുള്ള സകലരിലും വ്യാജമായതിനെ എതിർ ക്രിസ്തു പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന മിഥ്യാബോധം ദൈവം ഉണർത്തും. നിങ്ങൾ ഇതിൻ്റെ ഭയാനകത മനസ്സിലാക്കണം. ദൈവം ഉണർത്തുമെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വൾണറബിൾ ആയിട്ട് മാറും. പെട്ടെന്ന് വഴുതി പോവാൻ സാധ്യതയുള്ള ആളുകളായിട്ട് മാറും. പറഞ്ഞേ ഹല്ലേലൂയ. വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. അപ്പം അതുകൊണ്ട് എന്തെന്നറിയാമോ? നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് കാര്യത്തിലേക്ക് വരികയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങൾ ഇനി എളുപ്പമാവില്ല. കേൾക്കാൻ ചെവിയുണ്ടെങ്കിൽ കേട്ടോ. ഡേറ്റ് ഇട്ട് എഴുതി വെച്ചോ. ഒരു സംശയമില്ലാത്തൊരു കാര്യം പറയട്ടെ. സഭ ഒരു വിപ്രവാസത്തിലേക്ക് പോകാനുള്ള കാഹളധ്വനി മുഴങ്ങിക്കഴിഞ്ഞു.
ഞെരുക്കങ്ങളുടെ നാളുകൾ തുടങ്ങി. ഞാൻ അവകാശവാദമൊന്നും പറയല്ല, പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ 2017 പറഞ്ഞിട്ടുണ്ട്, 2018 പറഞ്ഞിട്ടുണ്ട്, 2019 പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയിലെ സുവിശേഷ വേല പരമാവധി 2023 വരെ മാത്രം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. 2024 ഛത്തീസ്ഗഡിലെ ഞങ്ങളുടെ മിഷൻ സെന്റർ അടച്ചു. കാരണം എന്തെന്നറിയാം? അവിടെ പ്രാർത്ഥന നടത്താൻ അനുവാദമില്ല, അടച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് സമയം കിട്ടിയപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നു. സമയം കിട്ടിയപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ സമയം കളഞ്ഞു. സമയം ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ മിണ്ടാതിരുന്നു. സമയം ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ അലസരായിട്ടിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് 3, 4, 5 കൊല്ലം മുമ്പ് ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2024 കഴിഞ്ഞ് കണി കാണാൻ പോലും നോക്കണ്ട സുവിശേഷ വേല. പറഞ്ഞേ ഹല്ലേലൂയ. കേരള സേഫ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. സേഫ് അല്ല. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ എഴുതിയിട്ടോ ഒരു സംശയം വേണ്ട, ഒരു ക്രെഡിറ്റിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആത്മാവിൽ ഞാൻ പറയുന്നു, എല്ലാ അർത്ഥത്തിലും നമ്മൾ ഞെരുക്കപ്പെടും, എല്ലാ അർത്ഥത്തിലും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്ന് പിടിവിട്ട് സ്വർഗത്തിലേക്ക് നോക്കി കരയേണ്ട ഒരു കാലം വരാൻ പോവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അന്ന് പിടിച്ചു നിൽക്കാൻ ഒരു ജനത ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? നമ്മൾ വിചാരിച്ചു രാഷ്ട്രീയക്കാർ നമ്മുടെ കൂടെ കാണുമെന്ന്, അവർ കാണത്തില്ലെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ വിചാരിച്ചു സമൂഹം നമ്മുടെ കൂടെ കാണുമെന്ന്, അവർ കാണത്തില്ലെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ വിചാരിച്ചു സ്വരുക്കൂട്ടിയ പണവും സ്ഥാപനങ്ങളും സമ്പ്രദായങ്ങളും വ്യവസ്ഥിതികളും നമ്മളെ സഹായിക്കുമെന്ന്, അത് നമ്മളെ സഹായിക്കത്തില്ലെന്ന് വരും കാലങ്ങൾ തെളിയിക്കും. ഇനി എന്താ സംഭവിക്കാൻ വേണമെന്നറിയാമോ? ആകാശത്തിനും ഭൂമിക്കും മധ്യേ വിപ്രവാസത്തിന്റെ തീഷ്ണമായ നട്ടുച്ചകൾ കത്തുന്ന ലോഹലായനി പോലെ ഈ വേവ് കത്തുന്ന ഒരു കാലത്ത് ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഒന്നുമില്ല, ഒരു പിടുത്തമില്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് പിടിക്കാൻ ഈ ഫൗണ്ടേഷൻസ് മാത്രമേ ഉണ്ടാവൂ. ഫൗണ്ടേഷൻസ്. പറഞ്ഞേ ഹല്ലേലൂയ. വളരെ ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഈ അടിസ്ഥാനം എന്ന് പറയാം. വചനം. ബൈബിളുള്ളവൻ കുലുങ്ങില്ല, വചനം അറിയാവുന്നവൻ കുലുങ്ങില്ല. കാരണം എന്തറിയാം? അവനറിയാം ഇത് എഴുതപ്പെട്ടത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. വചനം അറിയാവുന്ന കുലുങ്ങത്തില്ല. കാരണം എന്താ പറയുക? അവനറിയാം ഇതിനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഇതിനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കാതിരിക്കേണ്ടതിന് ഞാൻ ഇതെല്ലാം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പുസ്തകം പഠിപ്പിക്കാൻ വേണ്ടി കോളേജിൽ ജോലി കളഞ്ഞിട്ട് ഇറങ്ങിയ ഒരാളാണ്. എന്നെ വിശ്വസിക്കും. ഇതിനത്ര വിലയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കംഫർട്ട് സോൺ വിട്ടിറങ്ങിയ ഒരാളാണ്. എന്നെ വിശ്വസിക്കുക, ഞാൻ പറയുന്നത് വിശ്വസിക്കുക. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്തെന്നറിയാമോ? അതായത് നമുക്ക് എല്ലാ സുരക്ഷിതത്വവും തന്നിട്ട് സഭ ഇങ്ങനെ ഉറങ്ങിയിരിക്കുന്ന സമയത്ത് ദൈവം എന്തെന്നറിയാം? അവിടുന്ന് ഒരാളെ പൊക്കും, ഇവിടുന്ന് ഒരാളെ പൊക്കും, ഇവിടുന്ന് ഒരാളെ പൊക്കും, ഇവിടുന്ന് ഒരാളെ പൊക്കും. എന്നിട്ട് അവരൊരുമിച്ച് നമ്മളെ ഞെരുക്കും. എന്തെന്നറിയാം? നമ്മുടെ അകത്ത് വിതയ്ക്കപ്പെട്ട വചനം പുറത്തു വരാൻ വേണ്ടി നമ്മളെ ഇട്ട് ഞെരുക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കോ, ഓരോരോ പിടികളില്ലാതാവും. അവസാനം മനുഷ്യന് വചനവും കുർബാനയും കൊന്തയും പ്രാർത്ഥനയും മാത്രം ആശ്രയമാവുന്ന ഒരു കാലം വരും. ഇനി വചനം എത്രയോ വേദികളിൽ വചനം പ്രഘോഷിക്കപ്പെട്ടു. വചനങ്ങൾ പഠിക്കാൻ സൗകര്യം ഉണ്ടായി, വചനാളികൾ പഠിപ്പിച്ചു, വചനം നമുക്ക് തന്നു, വചനം വായിക്കാൻ പ്രേരണ തന്നു. ഇതെല്ലാം സംഭവിച്ചിട്ട് നമ്മൾ വചനം വായിക്കാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് പറയാമോ? നാളെ ഒരാൾ ഈ ബൈബിൾ നമ്മുടെ ഇന്ന് തട്ടിപ്പറിക്കും. മനസ്സിലാവുന്നുണ്ട്? ഈ ബൈബിൾ നമ്മുടെ തട്ടിപ്പറിച്ചിട്ട് ഇത് കത്തിച്ചു കളയും. എന്നിട്ട് പറയും ഇതിനി വായിക്കണ്ടെന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് തട്ടിപ്പറിച്ചിട്ട് ഇത് നമ്മുടെ സ്നാച്ച് ഇറ്റ് എവേ ഫോഴ്സ്ഫുള്ളി ഇത് നമ്മുടെ പറിച്ചെടുത്തിട്ട് ഇത് കത്തിച്ചെടുത്തിട്ട് പറയും ബൈബിളൊന്നും നിനക്ക് വേണ്ടാന്ന് പറയും. അതിന് ഈ നാട്ടിൽ വേണ്ടാന്ന് പറയും. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊന്നും വേണ്ടാന്ന് പറയും. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, എന്ത് ചെയ്യും? അതായത് ഇത് കേട്ട് ധ്യാനിച്ച് ഇത് ഹൃദയത്തിൽ സൂക്ഷിച്ചവൻ അന്ന് നേരെ നിൽക്കും. കാരണം നിങ്ങൾക്ക് പുസ്തകമേ കത്തിക്കാൻ പറ്റൂ, ചങ്കിലെഴുതപ്പെട്ട വചനങ്ങളെ തൊടാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ ഗ്രന്ഥമേ കത്തിക്കാൻ പറ്റൂ, പക്ഷെ ഞങ്ങളുടെ അകത്തെഴുതപ്പെട്ട ബോധ്യങ്ങളെ തൊടാൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അതായത് ഫൗണ്ടേഷൻസ്. അപ്പൊ അത് അത്രയ്ക്ക് സ്ട്രോങ് ആവണം. നമ്മൾ ഞെരുക്കപ്പെടും, ഒരു സംശയമില്ല. നമ്മൾ ഞെരുക്കപ്പെടും.
ഞെരുക്കപ്പെടും. എല്ലാ അർത്ഥത്തിലും. കൂടുതൽ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. എല്ലാ അർത്ഥത്തിലും ഞെരുക്കപ്പെടും. അത് ഞെരുക്കപ്പെടുമ്പോൾ ആരാ പിടിച്ചിരിക്കാൻ പോകണമെന്നറിയാം? എന്തായാലും നെല്ലും പതിരും വേർതിരിക്കപ്പെടും. ഒരു സംശയം വേണ്ട. നല്ലതും ചീത്തയും തമ്മിൽ വേർതിരിക്കപ്പെടും. അത് സുവിശേഷത്തിൻ്റെ മാനദണ്ഡമാണ്. മനസ്സിലായല്ലോ? അതിനകത്ത് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. നല്ലത് നിൽക്കും, അല്ലാത്ത പോവും. ഒരു സംശയം വേണ്ട. അപ്പം ഈ നിലനിൽക്കാൻ നമുക്ക് അടിസ്ഥാനങ്ങൾ വേണം. ആ അടിസ്ഥാനങ്ങളിൽ ഏറ്റവും ശക്തമായ ഫൗണ്ടേഷനാണ് പരിശുദ്ധ കുർബാന. ആ ഫൗണ്ടേഷൻ ഉറപ്പിക്കണം. കർത്താവ് സ്ഥാപിച്ച അടിത്തറ ഇളകാതെ നിൽക്കും. കർത്താവ് സ്ഥാപിച്ച അടിത്തറ ഇളകാതെ നിൽക്കും. എന്നെഴുന്നേറ്റ് നിൽക്കാവോ? അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം വിട്ടുകൊടുത്തെന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്കറിയാം ഞാൻ സന്തോഷമുള്ള കാര്യങ്ങളല്ല നിങ്ങളോട് പറഞ്ഞു. സന്തോഷമല്ല, എന്നാൽ നാളെ നിങ്ങളുടെ തലയിൽ എടുത്തി വീഴുമെന്നൊന്നല്ല പറഞ്ഞത്. പക്ഷേ ഒരു ഫോഴ്സ് രൂപപ്പെട്ട് വരികയാണ്. ഒരു ഫോഴ്സ്. ഇനിയിപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പരസ്യവേദി ആയതുകൊണ്ട് എനിക്ക് പരിമിതികളുള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരു ഫോഴ്സ് രൂപപ്പെട്ട് വരികയാണ്. വിശ്വാസികൾ ടാർഗറ്റ് ചെയ്യപ്പെടും. ഒരു സംശയം വേണ്ട. മനസ്സിലായോ? അന്ന് ഈ കച്ചവട മൂല്യത്തിന് വേണ്ടി, ഈ വിനിമയത്തിന് വേണ്ടി, വ്യാപാരത്തിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിച്ചവരെല്ലാം പോകും. അവനവൻ്റെ നേട്ടത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിച്ചവരെല്ലാം പോവും. നെല്ലും പതിരും വേർതിരിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിത്യതയുടെ കാര്യങ്ങളും ദൈവിക കാര്യങ്ങളും അടിസ്ഥാനങ്ങൾ ഉറപ്പിക്കണം. അടിസ്ഥാനം ഉറപ്പിച്ച് എന്ത് പ്രശ്നം വന്നാലും അടിസ്ഥാനം ഉറപ്പിച്ചവൻ കുലുങ്ങത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഏത് ഞെരുക്കത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കൃപാവരവും ബോധ്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്. കണ്ണടയ്ക്കാം, കരങ്ങൾ ഉയർത്തി കർത്താവിനെ ആശ്രയിക്കാം. പൂർണ്ണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുത്ത് ശക്തമായിട്ട് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു 10-20 പേര് നിങ്ങളുടെ സ്വരം കേൾക്കട്ടെ. ഹൃദയം തുറക്കപ്പെടട്ടെ. സ്വർഗമേ, ഇവിടുത്തെ കാരുണ്യം വർഷിക്കണമേ. കർത്താവേ, നിന്റെ കരുണ ഒഴുകിയിറങ്ങണമേ. നിന്റെ ആത്മാവിനെ ഇപ്പോൾ ഈ കൂടാരത്തിലേക്ക് അയക്കണമേ. ശക്തമായ ദൈവകൃപ വെളിപ്പെടണമേ. പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവ് ദേശത്തെ ഏറ്റെടുക്കണമേ. ദൈവമേ, കൂടാരത്തിൽ വന്നിരിക്കുന്ന മക്കളുടെ മേൽ കരുണയാവണമേ. വലിയൊരു അഭിഷേകത്തിൻ്റെ കാലം ദൈവമേ ഞങ്ങൾക്ക് തരണമേ. വചനം ഞങ്ങളിൽ ശക്തമാവണമേ. വചനം ഞങ്ങളിൽ വിതയ്ക്കപ്പെടണമേ. വചനം ഞങ്ങളിൽ ബോധ്യമാവണമേ. ദൈവമേ, ഞങ്ങൾക്ക് ആഴമായ വിശ്വാസം തരണമേ. ഞങ്ങളുടെ അടിസ്ഥാനങ്ങളെ ഉറപ്പിക്കണമേ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ. ഇരിക്കാം. നമ്മൾ ഒരു കാര്യം കൂടി, നമ്മുടെ ദിവ്യകാരുണ്യത്തിൻ്റെ ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാം. പെട്ടെന്ന് യെശയ്യാ പ്രവചനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ ആദ്യ ഭാഗം നമുക്കറിയാവുന്നതാണ്. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. സെറാഫുകൾ അവിടുത്തെ ചുറ്റും നിന്നിരുന്നു. അവർ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യെശയ്യാ പറഞ്ഞു, ഞാൻ നശിച്ചു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവൻ, അശുദ്ധമായ അധരങ്ങളുള്ളവർക്ക് മധ്യേ വസിക്കുന്നവൻ. സൈന്യങ്ങളുടെ കർത്താവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. 6-ാമത്തെ വാക്യം വായിക്കാം. യെശയ്യാ 6:6. അപ്പോൾ സെറാഫുകളിലൊന്ന്, ഉറക്കെ വായിക്കാം, സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത മുതൽ വളരെ ശ്രദ്ധിച്ച് വായിക്കുക. അല്പം ഗഹനമായ കാര്യമാണ്, ശ്രദ്ധിക്കുക. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അപ്പോൾ വിശുദ്ധീകരിച്ചിട്ട് കർത്താവ് പറയുകയാണ്, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് എനിക്ക് വേണ്ടി പോവുക? അപ്പോൾ യെശയ്യാ പറഞ്ഞു, ഇതാ ഞാൻ. അടുത്ത വാക്യം, അവിടുന്ന് അരുളി ചെയ്തു, പോവുക പോവുക. വളരെ ശ്രദ്ധിച്ച് വായിക്കുക, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. വളരെ ശ്രദ്ധിച്ച് വായിക്കുക. പോവുക, ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും കേൾക്കും, മനസ്സിലാക്കത്തില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യും. എന്നല്ല, ചെയ്യുക എന്ന്. നീ ചെയ്യുക എന്ന്. വളരെ ശ്രദ്ധിക്കുക. എന്നെ പരിപാടിയത്. ആരും പോകാനില്ല. അന്നേരമാണ്, ആരെയാണ് ഞാൻ അയക്കുക, വല്ലവരും ഉണ്ടോ, വല്ലവരും ഉണ്ടോ, വല്ലവരും ഉണ്ടോ, ആരെങ്കിലും പോകാമെന്ന് ചോദിച്ചപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഞാൻ പോകാമെന്ന് പറഞ്ഞു.
പോകാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ പോകുമ്പോൾ അവർ കാണും, ഗ്രഹിക്കത്തില്ല, കേൾക്കും, മനസ്സിലാക്കത്തില്ല. പോരാത്തതിന് നീ ചെന്നിട്ട് അവരുടെ കണ്ണും കാതും അടച്ചേക്കാൻ, അവർ രക്ഷപ്പെടാതിരിക്കേണ്ടതിന്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് സിസ്റ്ററെ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? കേട്ടായിരുന്നോ വല്ലോ? അതായത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്? എന്താ ബുദ്ധിമുട്ട്? എന്താ ഇവിടുത്തെ ബുദ്ധിമുട്ട്? പോവാൻ പറഞ്ഞു, പോവാൻ ഒരാൾ തയ്യാറായി. പറയേണ്ടിയിരുന്ന എന്താണ്? നല്ല ആശീർവാദം കൊടുത്ത് വിടേണ്ട എന്താ? നീ പൊക്കോ, നിന്റെ കാര്യം നന്നായിട്ട് നടക്കും, നീ പറയുന്നവർ കേൾക്കും, അവർ മാനസാന്തരപ്പെടും, രക്ഷപ്പെടും എന്ന് പറഞ്ഞ് ആശീർവദിച്ച് വിടേണ്ടതിന് പകരം ഒരുത്തൻ പോകാൻ തയ്യാറായപ്പോൾ അവനോട് പറയാണ്, നീ പോവുക, നീ പോയി ആ ജനത്തോട് പറയും. അവർ കണ്ണുകൊണ്ട് കാണും, ഗ്രഹിക്കത്തില്ല, കാതുകൊണ്ട് കേൾക്കും, മനസ്സിലാക്കത്തില്ല. പിന്നെ അവരുടെ കണ്ണും കാതും ഹൃദയവും അടച്ചു കളഞ്ഞേക്കുക, രക്ഷപ്പെടാതിരിക്കേണ്ടത്. പിന്നെന്തിനാ വിടുന്നേ? വിടാതിരുന്നാ പോരെ? അപ്പൊ യേശയ്യായിക്ക് നമുക്കുണ്ടായി ഇതേ ആശയക്കുഴപ്പം യേശയ്യായിക്കുണ്ടായി. അപ്പോൾ യേശയ്യ ചോദിച്ചു, കർത്താവേ, ഇത് എത്ര നാളത്തേക്ക്? കേട്ടോ, അവിടുന്ന് അരുളി ചെയ്തു, നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആൾപ്പാർപ്പില്ലാതെയും ശൂന്യമായി ദേശം മുഴുവൻ വിജനമായി തീരുന്നത് വരെ കർത്താവ് ജനത്തെ വിദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിൻ്റെ മധ്യത്തിൽ നിർജ്ജന പ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നത് വരെ. കേട്ടോ, വളരെ ശ്രദ്ധിച്ചു കേട്ടോ. വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ദൈവം നമ്മളോട് വചനം സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറാകാത്തതുപോലെ അടയ്ക്കപ്പെടും. ആരുടെ ഹൃദയമാണെന്നറിയാമോ? തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ചായിരുന്നു, സത്യത്തെ സ്നേഹിച്ച് രക്ഷ പ്രാപിക്കാൻ വിമുഖത കാണിക്കുന്നവരുടെ ഹൃദയം. സത്യത്തെ സ്നേഹിച്ച് രക്ഷ പ്രാപിക്കാൻ വിമുഖത കാണിക്കുന്ന. ഇവിടെ ഒരു സാഹചര്യം പറയുകയാണ്, ബാബിലോണിൽ നിന്നൊരു രാജാവ് വരും. ആ രാജാവ് വന്ന് എല്ലാറ്റിനെയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി നഗരങ്ങൾ ആൾപ്പാർപ്പില്ലാതെയും ഗ്രാമങ്ങൾ വിജനമായും ഇങ്ങനെ നിർജ്ജന പ്രദേശങ്ങളായി കിടക്കുന്നത് വരെ കാണുന്നത് അവർക്ക് മനസ്സിലാവത്തില്ല, കേൾക്കുന്നത് അവർ ഗ്രഹിക്കത്തില്ല, അവരുടെ ഹൃദയം ഇത് സ്വീകരിക്കത്തില്ല. പറയുകയാണ്, അതായത് അനുതപിക്കാൻ ഉതകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വരെ ഇത് ജനത്തിന് മനസ്സിലാവില്ല. വളരെ ശ്രദ്ധിച്ചു കേട്ടോ. ഞാനൊരു കാര്യം പറയാം. ബൈബിളിൻ്റെ ഒരു രീതി എന്തെന്നറിയാമോ? ദൈവം വചനം വിതച്ചു കഴിഞ്ഞാൽ ആ വചനം ഫലമുണ്ടാവാതിരിക്കുമ്പോൾ, ആ വചനം സ്വീകരിക്കപ്പെടാതിരിക്കുമ്പോൾ, ആ വചനം ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ച് ഫലം പുറപ്പെടുവിക്കാതിരിക്കുമ്പോൾ ഫലമുണ്ടാവാനായി ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം ഞെരുക്കങ്ങൾ തരും. ഞെരുക്കങ്ങളിലാണ് വചനം നമുക്ക്, വിതയ്ക്കപ്പെട്ട വചനം നമുക്ക് മനസ്സിലാകാൻ പോകുന്നത്. ഞെരുക്കങ്ങളിലാണ്. അപ്പം ആ ഞെരുക്കത്തെ ഒഴിവാക്കാൻ ഒരു വഴിയുണ്ട്. എന്തെന്നറിയാമോ? വചനം കേൾക്കുമ്പോൾ തന്നെ ഈ വചനം മറ്റുള്ളവർക്ക് വേണ്ടി കേൾക്കാതെ ഇത് എന്നോടാണ് സംസാരിക്കുന്നത്, ഇതെൻ്റെ കാര്യമാണ്, ഇതെന്നോട് ദൈവം സംസാരിക്കുകയാണ്. 40 വർഷം ജെറമിയായും ഏതാണ്ട് അത്രയ്ക്ക് കാലഘട്ടം യേശയ്യായും ഈ സ്ഥലത്തൂടെല്ലാം നടന്ന് ദൈവത്തിൻ്റെ വചനം കലർപ്പില്ലാതെ പറഞ്ഞിട്ട് ജനമത് കേൾക്കാതെ സ്വീകരിക്കാതെ ദുശാഠ്യത്തിൽ തുടർന്നപ്പോഴാണ് ബാബിലോൺ രാജാവ് വരുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇത് എന്നോടാണ് സംസാരിക്കുന്നത്, ഇത് ദൈവം എന്നോട് അനുദപിക്കാൻ ആവശ്യപ്പെടുകയാണ്, എൻ്റെ ജീവിതം മാറണമെന്നാണ് ദൈവം എന്നോട് സംസാരിക്കുന്നത്. ഇത് സ്വീകരിച്ച് ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാമോ? വചനം കേൾക്കാൻ വന്ന ഒരാളും വന്നതുപോലെ തിരിച്ചു പോവില്ല. വളരെ ശ്രദ്ധിച്ചു കേട്ടോ, വന്നതുപോലെ തിരിച്ചു പോവില്ല. ഒന്നുകിൽ വചനം കേട്ട് നമ്മുടെ ഹൃദയം നുറുങ്ങും, അല്ലെങ്കിൽ വചനം കേട്ട് നമ്മുടെ ഹൃദയം കഠിനമാവും. ഈ 2 പോസിബിലിറ്റിയെ വചന ശ്രവണത്തിനുള്ളൂ. ഒറ്റ ആൾ പോലും വന്നതുപോലെ തിരിച്ചു പോവില്ല. ഒന്നുകിൽ ഇത് കേട്ടിട്ട് അയാളുടെ ഹൃദയം നുറുങ്ങും, അയാൾ സത്യത്തെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവം എന്ന സത്യത്തിലേക്ക് തിരിയാൻ തയ്യാറാണെങ്കിൽ ഹൃദയം നുറുങ്ങും, സ്വീകരിക്കും, മാറ്റം വരും. ഇനി അതിന് തയ്യാറല്ലെങ്കിൽ, കാര്യസാധ്യത്തിന് വേണ്ടിയാണെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാം? ഓരോ തവണ വചനം കേൾക്കുമ്പോഴും ഹൃദയം കൂടുതൽ തഴമ്പായി അനങ്ങാത്ത ഹൃദയമായിട്ട് മാറും. ഞാനിത് ഒരുപാട് വർഷമായിട്ട് സുവിശേഷ വേല ചെയ്യുന്ന ഒരാൾ ജീവിതത്തിൽ കാണുന്നൊരു കാര്യം ഞാൻ പറയുകയാണ്. ഒരുപാട് വചനം കേട്ട് ഒരുപാട് ആളുകൾ നന്നാവുന്നതിന് പകരം കഠിനമായി പോയി.
എന്താ കാര്യം എന്നറിയാമോ? ഇത് തങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വിചാരിച്ചില്ല, ഇത് വേറെ ആർക്കോ വേണ്ടിയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് കടക്കുമ്പോൾ കർത്താവ് ഇത് എന്നോട് തന്നെ എന്നോട് സംസാരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ഇനി ദിവ്യകാരുണ്യത്തിലേക്ക് കടക്കുകയാണ്. അത് കടക്കുമ്പോൾ ആദ്യത്തെ ഒരു കാര്യം, അപ്പസ്തോലന്മാർക്ക് കർത്താവ് ഈശോ മിശിഹ അവരെ അയച്ചപ്പോൾ നൽകിയ ആദ്യത്തെ അധികാരം എന്തായിരുന്നു? ആദ്യത്തെ അധികാരം ദൈവരാജ്യം പ്രസംഗിക്കാൻ, രോഗികളെ സുഖപ്പെടുത്താൻ, പിശാചുകളെ ബഹിഷ്കരിക്കാൻ. ഇതിൽ ആദ്യത്തെ അധികാരം, അപ്പസ്തോലന്മാർക്ക് യേശു കൊടുത്ത ആദ്യത്തെ അധികാരം പറ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ. ഇതാണ് അതിൻ്റെ ഓർഡർ. വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. മത്തായി 10:1 ഉറക്കെ വായിക്കാം. അവൻ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. മതി. ലൂക്ക 9:1-2. ലൂക്ക 9:1-2. ലൂക്ക 9:1-2 വായിക്കാം. വായിച്ചേ. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവിടുന്ന് അവരെ അയച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി അപ്പസ്തോലന്മാർ 72 പേര് അയക്കപ്പെട്ടതിന് ശേഷം അവർ മടങ്ങി വന്നപ്പോൾ അവർ പറയുന്ന റിപ്പോർട്ട് വായിക്കാം. ലൂക്ക 10:17. ലൂക്ക 10:17. അപ്പസ്തോലന്മാർ സുവിശേഷ പ്രസംഗത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവരുടെ റിപ്പോർട്ടിംഗ്, യേശുവിനോട് വന്ന് അവർ നടന്ന സംഭവങ്ങൾ വിവരിക്കുന്നു. വായിക്കാം. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് അപ്പസ്തോലന്മാരെ വിടുമ്പോൾ അവരോട് ആദ്യം പറഞ്ഞത് യേശു വന്നിട്ടുണ്ടെന്ന് പ്രസംഗിക്കാനല്ല. ആദ്യം പറഞ്ഞത് നിങ്ങൾ പോകുമ്പോൾ പിശാചുക്കളുടെ മേൽ അധികാരം. ഇനി മർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ കർത്താവ്, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ശിഷ്യന്മാർക്ക് പ്രേക്ഷിത ദൗത്യം കൊടുക്കുമ്പോൾ വായിക്കാം. 14 മുതലുള്ള വാക്യങ്ങൾ. മർക്കോസ് 16:14 മുതൽ ഉറക്കെ വായിക്കാം. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം, അവർ എൻ്റെ നാമത്തിൽ. അതായത് ഈ കാര്യങ്ങൾ, അഭിഷേകങ്ങൾ, ഉത്തരവാദിത്തങ്ങളും പറയുന്ന സമയത്ത് പറയുന്നത് എങ്ങനെയാണ്? ഇവർ ചെയ്യേണ്ട കാര്യങ്ങളും പറയുമ്പോൾ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പിശാചുക്കൾ, ഇതാണ് ആദ്യം വരുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇത്രയും മനസ്സിലായെങ്കിൽ അതവിടെ നിൽക്കട്ടെ. അടുത്തത് മത്തായിയുടെ സുവിശേഷം 28 വീണ്ടും പ്രേക്ഷിത ദൗത്യം കൊടുക്കുന്ന സമയത്ത് മത്തായി 28:16 മുതൽ വായിക്കാം. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക്. അതായത് ശിഷ്യന്മാരെ വിടുമ്പോൾ ആദ്യം പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇനി എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തിനായിരിക്കും യേശു ശിഷ്യന്മാരെ അയച്ചപ്പോൾ ആദ്യം അവർക്ക് പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം കൊടുത്തത്? എന്തിനായിരിക്കും യേശു വിശ്വസിക്കുന്നവരുടെ കൂടെയുള്ള അടയാളങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യം അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞത്? പ്രേക്ഷിത ദൗത്യം ശിഷ്യന്മാർക്ക് കൈമാറുമ്പോൾ എന്തിനായിരിക്കും യേശു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്? അതിൻ്റെ ഒരു കാരണമുണ്ട്. എൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന ഏത് പ്രദേശത്തും, നമ്മൾ ജീവിക്കുന്ന ഏത് സ്ഥലത്തും ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം, ദൈവമക്കൾ വേറൊരു രാജ്യത്തോട് യുദ്ധത്തിലാണ്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളൊരു ദൈവമകനാണോ
ഒരു ദൈവ പൈതലാണോ നിങ്ങൾ? ഒരു സാമ്രാജ്യത്തോട് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും യുദ്ധത്തിലാണ്. പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയെ ആക്രമിച്ചാൽ ഇന്ത്യക്കാരെല്ലാവരും പാകിസ്ഥാൻ്റെ ശത്രുക്കളായി മാറും. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ പാകിസ്ഥാനിലെ ജനത ഇന്ത്യക്കാരുടെ ശത്രുക്കളായി മാറും. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു ജനതയുടെ നേരെ സാത്താൻ്റെ ഒരു രാജ്യം നിലനിൽക്കുന്നുണ്ട്. സാത്താന് ഒരു രാജ്യമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവരാജ്യത്തിനെതിരെ നിൽക്കുന്ന ഒരു ജനതയ്ക്ക് നേരെ സാത്താൻ ഒരു രാജ്യമുണ്ട്. വായിക്കാം, മത്തായിയുടെ സുവിശേഷം എടുക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വാക്യം. മത്തായി 12:26. സാത്താനെ ബഹിഷ്കരിക്കുന്നെങ്കിൽ അവൻ തനിക്കെതിരെ തന്നെ ഭിന്നിക്കുകയാണ്. ആ സ്ഥിതിക്ക് അവൻ്റെ രാജ്യം എങ്ങനെ? ഇത് യേശുവിൻ്റെ വാക്കുകളാണ്, വേറെ ആരും പറഞ്ഞതല്ല. യേശു പറയുകയാണ്, സാത്താനെതിരെ ഭിന്നിച്ചാൽ എങ്ങനെയാണ് അവൻ്റെ രാജ്യം അപ്പോൾ അവനൊരു രാജ്യമുണ്ട്, ഒരു വെൽ സ്ട്രക്ചേർഡ് കിങ്ഡം സാത്താനുണ്ട്, സൈറ്റനിക് കിങ്ഡം. ഇത് ബൈബിള് സംസാരിക്കുന്ന ഭാഷയാണ്. അതുകൊണ്ടാണ് എഫേസോസ് 6 നമ്മൾ വായിക്കുന്നത്. എടുക്കണ്ട. ആധിപത്യങ്ങളെ നമ്മുടെ പോരാട്ടം മാംസത്തോടും രക്തത്തോടുമല്ല, പ്രഭുത്വങ്ങൾ, ആധിപത്യങ്ങൾ, അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർ, സ്വർഗീയിടങ്ങളിൽ പതിയിരിക്കുന്ന ദുരാത്മാക്കൾ, ഇങ്ങനെയൊക്കെ പറയുന്നത്. എഫേസോസ് 2 പറയുന്നത് അന്തരീക്ഷ ശക്തികളുടെ അധിപന്മാർ, അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അന്തരീക്ഷ ശക്തിയുടെ അധിപൻ. വേറൊരിടത്ത് ഈശോ പറയുന്ന ലോകത്തിൻ്റെ ദേവൻ, വേറൊരു സ്ഥലത്ത് പറയുന്ന ദേശത്തിൻ്റെ അരൂപി, വേറൊരു സ്ഥലത്ത് പറയുന്ന ഈശോ മിശിഹ മറ്റൊരു സ്ഥലത്ത് പറയുന്ന ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ ആധിപത്യം, അധികാരം, ഇതെല്ലാം ഈ ക്രോവേന്മാർ, സ്രോപ്പേന്മാർ, ജ്ഞാനാധിക്യർ, ഭദ്രാസനന്മാർ, താത്വികന്മാർ, ബലവാന്മാർ, മുഖ്യദൂതന്മാർ, ദൈവദൂതന്മാർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മാലാഖമാരുടെ 12 വ്യൂഹം സൈന്യനിരകൾ എന്ന് പറയുന്ന പോലെ സൈറ്റനിക് കിങ്ഡം ഈസ് എ വെൽ സ്ട്രക്ചേർഡ് കിങ്ഡം. അതൊരു രാജ്യമാണ്. സാത്താനെ ഗ്ലോറിഫൈ ചെയ്യാൻ പറയല്ല. ഇത് നമ്മൾ അറിയണം. ഏത് രാജ്യത്തിൻ്റെ ശക്തി അവരുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശക്തിയാണ്. മനസ്സിലായോ? ഇസ്രായേലിനെ ലോകരാജ്യങ്ങൾ ഈ അടുത്ത ഇടയ്ക്ക് നാണം കെടുത്തിയതിൻ്റെ കാരണം ഈ ആര് വന്നതാണ്? നമ്മുടെ ഹമാസ് വന്നത് അവർ അറിഞ്ഞില്ല. വലിയ ആളുകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശത്രു വരുമ്പോൾ മുൻകൂട്ടി അറിയണം, അതറിഞ്ഞില്ല. അപ്പം അതുകൊണ്ട് ശത്രുവിനെ കുറിച്ചുള്ള അറിവെന്ന് പറഞ്ഞാൽ ശത്രുവിനെ ഗ്ലോറിഫൈ ചെയ്യാനല്ല, മറിച്ച് അത് ഏത് രാജ്യത്തിൻ്റെയും ആ രാജ്യത്തിൻ്റെ കരുത്ത് അവരുടെ ഇൻ്റലിജൻസിൻ്റെ കരുത്താണ്. അപ്പം അതുകൊണ്ട് ശത്രുവിൻ്റെ രാജ്യത്തെ അറിയണം. ശത്രുവിൻ്റെ രാജ്യം, സാത്താൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകത അത് വെൽ സ്ട്രക്ചേർഡ് കിങ്ഡമാണ്. ഇങ്ങനെ ഹൈറാർക്കി ഉണ്ട്, അതിന് ഓരോ കാര്യങ്ങളുണ്ട്. പോട്ടെ, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. ഇപ്പം ഇത്രയും മനസ്സിലാക്കുക, സാത്താന് ഒരു രാജ്യമുണ്ട്. എന്നിട്ട് ഈശോ പറയുകയാണ്, അടുത്ത വാക്യം 28-ാമത്തെ വാക്യം, എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം. കണ്ടോ, ഇതേ അധ്യായത്തിൽ 2 വാക്യങ്ങളിലായി പരസ്പരം പോരടിക്കുന്ന, പരസ്പരം യുദ്ധത്തിലായിരിക്കുന്ന, പരസ്പരം മത്സരിക്കുന്ന, ഭിന്നിച്ച് നിൽക്കുന്ന, എതിരെ നിൽക്കുന്ന 2 രാജ്യങ്ങളെക്കുറിച്ച് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുവധരങ്ങൾ അദ്ദേഹം തന്നെ സംസാരിക്കുന്നു. ഒരു സാത്താൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ രാജ്യം. ഇത് മനസ്സിലാക്കുക. സാത്താൻ്റെ രാജ്യം ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന രാജ്യമാണ്. സാത്താൻ്റെ രാജ്യം ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന രാജ്യമാണ് സാത്താൻ്റെ രാജ്യം. മനസ്സിലായി? അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ ദേവൻ, ഈ ലോകത്തിൻ്റെ അധിപൻ. അതുപോലെ യോഹന്നാൻ പറയുന്നുണ്ട് ലോകം മുഴുവൻ സാത്താൻ്റെ പ്രഭാവലയത്തിലാണ് എന്നൊക്കെ പറയുന്നത്. ഈ രാജ്യത്തിൻ്റെ ഏജൻസികൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇത് എല്ലാ ലോക രാജ്യങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നതാണ് സാത്താൻ്റെ രാജ്യം. എന്താണ് ദൈവരാജ്യ ശുശ്രൂഷ? ദൈവരാജ്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ വ്യക്തിയിലുമുള്ള സാത്താൻ്റെ രാജ്യത്തെ കീഴ്പ്പെടുത്തി ദൈവരാജ്യത്തിലേക്ക് ആനയിക്കുന്നതാണ് ദൈവരാജ്യ ശുശ്രൂഷ. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? ദൈവരാജ്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ നമ്മൾ വെറുതെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതല്ല, ഇതൊരു യുദ്ധമാണ്. ദൈവരാജ്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്. മാമോദീസ സ്വീകരിച്ച, സ്ഥൈര്യലേപനം സ്വീകരിച്ച എല്ലാ വിശ്വാസികളും ഈ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ അവരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും പങ്കാളികളാണ്. അവർ യുദ്ധത്തിലാണ്. വി ആർ ഇൻ ദ വാർ ഫ്രണ്ട്. യുദ്ധഭൂമിയിലാണ്, പോരാട്ട ഭൂമിയിലാണ്, രണാങ്കണത്തിലാണ് നമ്മൾ.
അപ്പൊ എന്താണ് ദൈവരാജ്യ ശുശ്രൂഷ? പറയൂ, എന്താണ് ദൈവരാജ്യ ശുശ്രൂഷ? ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന സാത്താന്റെ ആധിപത്യത്തെ, അല്ലെ സാത്താന്റെ സാമ്രാജ്യത്തെ, സാത്താനെ കുരിശിൽ കീഴടക്കിയ, വിജയക്കൊടി പാറിച്ച യേശുവിൻ്റെ നാമത്തിൽ അവൻ അധികാരമില്ലെന്ന് പ്രഖ്യാപിച്ച് അവൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരെ വിമോചിപ്പിക്കുന്നതിൻ്റെ പേരാണ് ദൈവരാജ്യ ശുശ്രൂഷ, ആണല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് വിമോചിപ്പിക്കപ്പെട്ട നമ്മൾ മാമോദീസ സ്വീകരിച്ച് ദൈവരാജ്യത്തിൻ്റെ ഭാഗമായത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മർക്കോസ് 3:27. മർക്കോസ് 3:27 വായിക്കാം. മർക്കോസ് 3:27 ഉറക്കെ വായിക്കാം. ശക്തനായവൻ ആയുധധാരിയായി എന്താ? ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവന്റെ വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം. ശക്തനായ ഒരുവന്റെ, ഈ ശക്തനായ ഒരുവൻ ആരാ? സാത്താൻ. അതായത് ദൈവരാജ്യത്തിലേക്ക് ദൈവമക്കൾ പ്രവേശിക്കാതെ, ആത്മാക്കൾ രക്ഷപ്പെടാതെ, നിത്യജീവന്റെ അവകാശികളായി മാറാതെ, അവരെ ഒരിക്കലും ദൈവരാജ്യം അല്ലെ നിത്യത കണി കാണാൻ സമ്മതിക്കാതെ അവരുടെ ദൈവരാജ്യ പ്രവേശനം തടയുന്ന ശുശ്രൂഷയാണ് സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറും 365 ദിവസവും. നമ്മൾ ഉറങ്ങിയാലും ആ ഓഫീസ് അടയ്ക്കപ്പെടുന്നില്ല, അതറിയാലോ. നമ്മൾ ഉറങ്ങുമ്പോഴാണ് അവൻ തുടങ്ങുന്നത്. അപ്പം അങ്ങനെ ഈ സാത്താൻ്റെ ഈ സാമ്രാജ്യം വർക്ക് ചെയ്തുകൊണ്ട് ഈ നെറ്റ്വർക്കിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ദൈവരാജ്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ? ദൈവരാജ്യ ഈ അടിമത്തത്തിൽ ശക്തനായവൻ ആയുധധാരിയായി കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ വസ്തുക്കൾ കവർച്ച ചെയ്യണം, പ്ലണ്ടർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവനെ ബന്ധിക്കണം. അപ്പൊ ദൈവരാജ്യ ശുശ്രൂഷ ഒരാൾ ചെയ്യണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ഈ സാത്താന്റെ അധികാരത്തെ ബന്ധിച്ചാലേ ദൈവമക്കൾ സ്വതന്ത്രരാവത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ. ഞങ്ങള് ഒറ്റയാൾ പോലും സുവിശേഷം കേൾക്കാത്ത ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളാണ്. അതായത് ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ ഗ്രാമത്തിൽ നമുക്ക് കയറാൻ പറ്റാത്തതുപോലെ ഒരു ഫോഴ്സ് ആദ്യം നമുക്കെതിരെ നിൽക്കും. ഇതേത് ഗ്രാമത്തിൽ ആദ്യം കയറുമ്പോഴേതാണ് ഒരു ഗ്രാമത്തിൽ നമുക്ക് കയറാൻ പറ്റാത്തതുപോലെ ഒരു ഫോഴ്സ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആദ്യം ഇതിനോട് യുദ്ധം ചെയ്ത് അതിനെ പരാജയപ്പെടുത്തിയാലേ അവിടെ കയറാൻ പറ്റും. കയറിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എളുപ്പമാണ്. വെറുതെ പോയി നിന്നാൽ മതി, ആത്മാക്കളെ കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിൽ വെറുതെ പോയി ലോഹം ഇട്ട് അവിടെ നിന്നാൽ മതി, ആത്മാക്കളെ കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അത് ഒരു ഫോഴ്സ് ഇങ്ങനെ ഫൈറ്റ് ചെയ്യും. പറയാൻ വന്നത് എന്തെന്നറിയാമോ? അതുകൊണ്ട് അന്ധകാരത്തിൻ്റെ യുഗത്തിൽ നിന്ന് മോചിപ്പിച്ച് പുത്രൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ശുശ്രൂഷയുടെ പേരാണ് ദൈവരാജ്യ ശുശ്രൂഷ. കൊളോസോസ് ലേഖനം എടുക്കാം. കൊളോസോസ് ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. കൊളോസോസ് 1:13. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. ഇതാണ് ദൈവരാജ്യ പ്രവർത്തനം. അന്ധകാരത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് വിമോചിപ്പിച്ച് ഒരാളെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ശ്രദ്ധിക്കാമോ? 2 കാര്യങ്ങൾ അവൻ ചെയ്യും. സാത്താൻ ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഒരിക്കലും ഇവൻ്റെ ഈ സാത്താൻ്റെ രാജ്യത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ട് ദൈവരാജ്യത്തിലെത്താതിരിക്കാൻ ഡയറക്റ്റായ സുവിശേഷ വേലകളെ എല്ലാം തടസ്സപ്പെടുത്തും. ഇവൻ്റെ ഒരു ആക്ടിവിറ്റി, ഇവൻ്റെ ഓപ്പറേഷൻ ഇങ്ങനെയാണ്. അതായത് സുവിശേഷ വേല ചെയ്യാതിരിക്കാനുള്ള എല്ലാ പണികളും അവൻ ചെയ്യും. അപ്പോൾ ഇപ്പം ഞാനൊരു അച്ഛനാണെങ്കിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കാനോ ആത്മാക്കളെ നേടാനോ ഒന്നും ചെയ്യാതിരിക്കാൻ എനിക്ക് എന്തെല്ലാം അടിമത്തങ്ങൾ കൊണ്ടുതരാമോ അതെല്ലാം അവൻ കൊണ്ടുവന്ന് വാതിൽക്ക് വെച്ച് തരും. സുവിശേഷം പ്രസംഗിക്കാനുള്ള മനസ്സില്ലാതാക്കും. ജീവിക്കുന്ന ലോകത്ത് കംഫർട്ടബിളായിട്ട് ജീവിക്കാനുള്ളൊരു മനസ്സ് തരും. കൂടുതലൊന്നും ചെയ്യാതിരിക്കാനുള്ള മനസ്സ് മടുപ്പ് തരും. ചിലരിലൂടെ, ചില വ്യക്തികളിലൂടെ മനസ്സ് മടുപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാതാക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവൻ്റെ ഓപ്പറേഷൻ വിജയിച്ച് നിൽക്കുന്നൊരു മേഖല ഞാൻ പറയുകയാണ്. ഇവൻ പ്രവർത്തിച്ച് വിജയം കൊയ്യുന്നൊരു മേഖലയാണ് ഇപ്പോൾ. ഇതെന്നറിയോ? ഈ വിളി കിട്ടിയവർ അത് ചെയ്യാനുള്ള ഉത്സാഹമില്ലാതെ മിനിമത്തിൽ, വലിയ പരുക്കില്ലാതെ കുഴപ്പമില്ലാതെ മിനിമത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോവുക. അതായത് വിജാതീയരായ യേശുവിനെ അറിയാത്ത ആളുകളോട് തങ്ങൾക്കൊരു കടമയുണ്ട് എന്ന പരമമായ സത്യം
തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവൻ മറന്നു കളയാനിടയാക്കും. ഇത് നമ്മുടെ ഇടയിൽ ശക്തമായിട്ടുണ്ട്. നമുക്ക് യേശുവിനെ അറിയാത്ത ആളുകളോടൊരു കടപ്പാടുണ്ട്. ഞാൻ റുവാണ്ട ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. റുവാണ്ടയിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഇടവകയിലേക്ക് ഞാൻ പോയി. ഒരു സബ്സ്റ്റേഷൻ, 10 സബ്സ്റ്റേഷനിൽ ഒരു സബ്സ്റ്റേഷനാണിത്. ആ ഇടവകയുടെ 10 സബ്സ്റ്റേഷനിൽ ഒരു സബ്സ്റ്റേഷൻ. 100 കണക്കിന് ആഫ്രിക്കക്കാർ വന്നിട്ടുണ്ട്. ഒരു ചെറിയ ബെഞ്ചാണ്. റുവാണ്ടയിലെ ആളുകൾ നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയുള്ളവർ ദിവസം ഒരു നേരമാണ് കഴിക്കുന്നത്. നല്ലപോലെ കഴിക്കാൻ നിവൃത്തിയുള്ളവർ, നിവൃത്തിയില്ലാത്തവർ ആഴ്ചയിൽ ഒരു തവണയാണ് കഴിക്കുന്നത് എന്ന് അവിടുത്തെ മിഷണറിമാർ എന്നോട് പറഞ്ഞു. ആകെ കുടിക്കാൻ വെള്ളമുണ്ട്. ഇതുപോലൊരു കുപ്പിക്കകത്ത് രാവിലെ വെള്ളമായിട്ട് വരും. 8 മണിക്കാണ് പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ 7 മണിക്ക് വരും. 7 മണിക്ക് വന്നിട്ട് ചാരുബെഞ്ചല്ല, വെറുതെ 2 തടി കഷണങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നു. ചാരാനൊന്നും പറ്റില്ല. അവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു തരി ഭക്ഷണം കഴിക്കാതെ ഈ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വചനം കേട്ടുകൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞാൽ നിർത്താൻ സമ്മതിക്കത്തില്ല. പിന്നെയും പറയാൻ പറയും. കേട്ടോണം നിങ്ങൾ. ഇതാണ് അവിടുത്തെ ഒരു ഇടവകയിലെ ആളുകളുടെ എണ്ണം 30,000. ഒരച്ഛൻ. അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ 30-40 കിലോമീറ്ററിനകത്ത് 100-500 പേര് കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് 30,000 ഇടവക്കാർ, 30,000 വെറുതെ പോയി നിന്നാ മതി, ആത്മാക്കളെ കിട്ടും. വെറുതെ പോയി നിന്നാ മതി. ഇതാണ് അവസ്ഥ. അപ്പൊ എന്തു ചെയ്യും? അവിടെ ശുശ്രൂഷകരോ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ദൈവവേലക്കാരോ ഇല്ലാഞ്ഞിട്ടല്ല, മനസ്സില്ല. പല ദുരനുഭവങ്ങൾ വന്നിട്ട് എന്ത് സംഭവിക്കുന്നറിയാമോ? പല ആളുകൾ, ഇപ്പോൾ ചില ആളുകൾ ഇവരെ മോശമായിട്ട് ചിത്രീകരിക്കും, ചില ആളുകൾ ഇവരെ വഴക്ക് പറയും, ചിലർ മാറ്റി നിർത്തും. ഇങ്ങനെ പല ദുരനുഭവങ്ങൾ കിട്ടിയിട്ട് ഇനി ഒന്നും ചെയ്യത്തില്ല എന്ന് തീരുമാനിക്കും. ഇനി ആരോടും ഒരു സുവിശേഷം പറയാൻ പോണില്ല. ഇനി കിട്ടുന്ന കഞ്ഞിയും കുടിച്ച് മനസമാധാനമായിട്ട് ജീവിക്കും. പറഞ്ഞ ഹല്ലേലൂയ. ഞാനിത് സാത്താനെ ഗ്ലോറിഫൈ ചെയ്യാനല്ല പറയുന്നത്. നമുക്ക് കടക്കാനുള്ള വലിയൊരു കടമ്പയാണിത്. നമ്മൾ ഇതിനെ കുറുകെ ചാടണം. ഈ സാത്താൻ ഇവിടെ വിജയിക്കാൻ അനുവദിക്കരുത്. ഇതിനകത്ത് സാത്താൻ വിജയം കൊയ്യാൻ ഇടയാക്കരുത്. ദൈവരാജ്യത്തിന്റെ വേലയ്ക്ക് വിളി കിട്ടിയവർ ഈ ലോകത്തോട് സുവിശേഷം പ്രസംഗിക്കണം. യേശുവിനെ അറിയാത്തവരോട് യേശുവിനെ കുറിച്ച് പറയണം. യേശുവാണ് ലോകത്തിന്റെ രക്ഷകനെന്ന് ജീവൻ പോയാലും ഉദ്ഘോഷിക്കണം. ഇതൊരു കൺവെൻഷന്റെ ആവേശത്തിന് പറയുന്നതല്ല. തെരുവുകളിൽ നിന്ന് സുവിശേഷം പറയുന്ന ഒരു സുവിശേഷകനാണ് ഞാൻ പറയുന്നു, നമ്മൾ യേശുവിന്റെ സുവിശേഷം ഈ ലോകത്തോട് വിളിച്ചു പറയണം. പറഞ്ഞേ ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ ലെവൽ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിഞ്ഞ ആളുകൾ യേശുവിനെ അനുഭവിക്കാനോ യേശു ദൈവമാണെന്ന് സമ്മതിക്കാനോ തയ്യാറാവാതെ തങ്ങൾക്ക് തങ്ങളുടെ ആവശ്യത്തിന് മാത്രം യേശുവിനെ ഇങ്ങനെ ആരാധിച്ചും പ്രാർത്ഥിച്ചും അവനവൻ്റെ കാര്യത്തിന് മാത്രം, വേറെ യേശുവിനെ അറിയാത്തവരെ കുറിച്ച് ഒരു ധാകവുമില്ല. അപ്പോൾ അതെന്തറിയാം? സുവിശേഷ വേലയെ തടസ്സപ്പെടുത്തും. രണ്ടാമത്തെ കാര്യം അവൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ യേശുവിനെ അറിഞ്ഞവരെ ഒരു മന്ദതയിലാക്കും. യേശുവിനെ അറിഞ്ഞ് ദൈവരാജ്യത്തിൽ എത്തിപ്പെട്ട ആളുകളെ ഒരു മന്ദതയിലാക്കും, ഒരു ആലസ്യത്തിലാക്കും. അവരൊരു കാര്യത്തിലും തീക്ഷ്ണതയില്ലാത്തൊരു ജനതയായിട്ട് മാറും. ഇതൊരു ജീവിത സമ്പ്രദായമായിട്ട് മാറും. എല്ലാവരും പള്ളിയിൽ പോന്നു, നമ്മളും പോന്നു. മറ്റു മതക്കാർ അവരുടെ ക്ഷേത്രങ്ങളിൽ അവരുടെ ആലയങ്ങളിൽ പോകുന്നു, നമ്മളും പോകുന്നു. അവർ ഉത്സവം നടത്തുന്നു, നമ്മൾ ഉത്സവം നടത്തുന്നു. അവരെന്തൊക്കെ പരിപാടികൾ നടത്തുന്നു, നമ്മളും പരിപാടി നടത്തുന്നു. ശരിയായ ചൈതന്യത്തിൽ നിന്ന് ജനത മാറിപ്പോവും. എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം സഭയിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് ആ മന്ദതയ്ക്കകത്ത് ജീവിക്കും. സുവിശേഷത്തിൻ്റെ തീക്ഷ്ണതയോ ആത്മാവിൻ്റെ നിറവോ ജനതയ്ക്ക് നഷ്ടപ്പെടുത്തും. ഞാൻ പറഞ്ഞു വരുന്നത് ഇവൻ്റെ ഓപ്പറേഷൻ്റെ വേറൊരു രീതിയാണിത്. അവനിങ്ങനെ ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോ, ഞാൻ കാര്യത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഈശോ ആദ്യം തന്നെ അപ്പസ്തോലന്മാരെ അയക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കാണാത്തൊരു നെറ്റ്വർക്ക് നിങ്ങൾക്കെതിരെ നിപ്പുണ്ടാവും. അതുകൊണ്ട് ഇത് അറിഞ്ഞു പൊക്കോണം. നിങ്ങൾക്ക് ഞാൻ അധികാരം തരികയാണ്. സകല പിശാചുക്കളുടെ മേലും നിങ്ങൾക്ക് അധികാരവും ശക്തിയും. അത് കൊടുത്തിട്ടാണ് യേശു വിട്ടത്.
തിരിച്ചു വന്ന അപ്പസ്തോലന്മാർ പറഞ്ഞത് പിശാചുക്കൾ ഞങ്ങൾക്ക് കീഴടങ്ങി എന്നാണ്. കീഴടങ്ങി. ആദ്യം അവർ അതാ റിപ്പോർട്ട് ചെയ്ത്, വേറൊന്നും പറഞ്ഞില്ല. സുവിശേഷം പ്രസംഗിച്ചൊന്നും പറഞ്ഞില്ല. പിശാച് കീഴടങ്ങി എന്നാണ് പറഞ്ഞു. അതുകൊണ്ട് ദൈവരാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ആയുധധാരിയായി കാവൽ നിൽക്കുന്ന ശക്തനായവൻ ബന്ധിക്കപ്പെടണം. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? എന്നൊന്ന് കൈവയ്ക്കുക, മനസ്സിലായെങ്കിൽ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ദൈവരാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ശക്തനായവൻ ബന്ധിക്കപ്പെടണം. ഇനി അടുത്ത ചോദ്യം, എങ്ങനെ? അതിങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു എന്ന് പറയുമ്പോൾ മാത്രമല്ല, ഇങ്ങനൊന്നും പറയാതെ സാത്താൻ ബന്ധിക്കപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇതൊന്നും പറയേണ്ട കാര്യമില്ല, ബന്ധിക്കപ്പെടും. അതിന് ചില അടിസ്ഥാന കാര്യങ്ങളോട് അറിയേണ്ടതുണ്ട്. എന്താണ്? സാത്താൻ ശക്തി ആർജിക്കുന്നത് എങ്ങനെയാണ്? വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. സാത്താൻ ശക്തി ആർജിക്കുന്നത് എങ്ങനെയാണ്? ഒരു ദേശത്തിൻ്റെ അരൂപി, ദുരാത്മാക്കള്, പൈശാചിക പീഡകള് ശക്തി പ്രാപിക്കുന്ന എങ്ങനെയെന്നറിയാമോ? അവർക്ക് ആരാധന കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ്. മനസ്സിലായോ? വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. സാത്താൻ ശക്തി ആർജിക്കുന്നത് സാത്താന് ആരാധന കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ്. സാത്താൻ എപ്പോഴും ആരിൽ നിന്നും ചോദിക്കാൻ പോകുന്നത് എന്തെന്നറിയാമോ? ആരാധനയായിരിക്കും. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ കണ്ണുമുമ്പിൽ കിട്ടിയപ്പോഴും അവൻ ചോദിച്ചു, ഇതാണ് എല്ലാം വേണമെങ്കിൽ തന്നേക്കാന്ന് പറഞ്ഞു. എനിക്ക് ആധിപത്യമുള്ള എല്ലാം തന്നേക്കാം, എന്നെ ഒന്ന് ആരാധിക്കാമെന്ന് ചോദിച്ചു. സാത്താൻ ഒരൊറ്റ കാര്യം മതി, അവനെ ആരാധിച്ചാൽ മതി. സാത്താനെ ആരാധിക്കാൻ പലവിധമായ മാർഗങ്ങൾ സാത്താൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണത്തെ ആരാധിക്കുന്നത് സാത്താനുള്ള ആരാധനയാണ്. അധികാരത്തെ ആരാധിക്കുന്നത് സാത്താനുള്ള ആരാധനയാണ്. പാപങ്ങളെ, സുഖങ്ങളെ, പാപത്തിൻ്റെ വഴികളെ പൂജിച്ച് നടക്കുന്നത് സാത്താനുള്ള ആരാധനയാണ്. അപ്പോൾ ഡയറക്റ്റാണ്, പ്രത്യക്ഷമായും പരോക്ഷമായും ഒരു ദേശത്ത് സാത്താന് ആരാധന കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദേശത്ത് സാത്താൻ ശക്തനാവുകയും ദൈവരാജ്യം മന്ദതയിലാവുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവരാജ്യം മന്ദതയിലാവുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതിനെ തകർക്കാൻ ബ്രഹ്മാസ്ത്രം, മാരകായുധം, ഈ ലോകത്ത് ദൈവം ദൈവമക്കൾക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ആയുധമാണ് എന്താണെന്നറിയാമോ? ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. നിങ്ങൾക്ക് പിടിയിട്ടുണ്ടല്ലോ, കാര്യത്തിലേക്ക് വരികയാണ്. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ് പൈശാചിക വ്യൂഹങ്ങളെ തകർത്ത് കളയുന്നത്. ഒന്നും ഇങ്ങനെ പറഞ്ഞു ബന്ധിക്കണ്ട. പറഞ്ഞേ ഹല്ലേലൂയാ. ഹൃദയം വെച്ച് ആരാധിക്കുന്ന ഒരു ജനത ഒരു ദേശത്ത് രൂപപ്പെട്ടാൽ സാത്താന്റെ ഗ്രിപ്പ് അയഞ്ഞു പോവും. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പരിശുദ്ധ കുർബാന, രണ്ട് ദിവ്യകാരുണ്യ ആരാധന. രണ്ട് കാര്യങ്ങൾ. ഒന്ന് പരിശുദ്ധ കുർബാന, രണ്ട് ദിവ്യകാരുണ്യ ആരാധന. ഒരു ദേശത്ത് യേശുവിന് സർവ അധികാരവും സർവ മഹത്വവും സർവ ബഹുമാനവും കൊടുക്കാൻ ഒരു ജനത തയ്യാറായാൽ ആ ദേശത്ത് സാത്താന്റെ പിടി അയഞ്ഞില്ലാതാവും. പറഞ്ഞ ഹല്ലേലൂയാ. ഞങ്ങൾ തിരുവനന്തപുരത്ത് ധ്യാന കേന്ദ്രത്തിന്റെ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ആദ്യം പരിശുദ്ധാത്മാവ് തന്ന നിർദ്ദേശം ഇതായിരുന്നു: നിത്യാരാധന ചാപ്പൽ തുടങ്ങുക, അതിനു ചുറ്റും ബാക്കിയെല്ലാം ഉണ്ടായിക്കോളും. നിത്യാരാധന രാവും പകലും യേശുവിനെ ആരാധിക്കാൻ ഒരു ക്രമീകരണം വരുത്തി. ബാക്കിയെല്ലാം പെട്ടെന്നാണ് ദൈവം ചെയ്യുന്നത്. പെട്ടെന്ന്. പറഞ്ഞ ഹല്ലേലൂയാ. അതായത് സാത്താന്റെ ഗ്രിപ്പ് പോയി, പിശാചിന്റെ പിടി പോയി. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഞാൻ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിന്റെ ആദ്യ ഭാഗം ഇതാണ്. നമുക്ക് ദൈവം തന്നിട്ടുള്ളത് ഏത് സ്ഥലത്ത് പോകുമ്പോഴും ദൈവരാജ്യം മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണം ഇതിനെതിരെ നിൽക്കുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യം ആരാധന കിട്ടി കൊഴുത്ത ഒരു രാജ്യമാണ്. അതിനെ തകർക്കാൻ സത്യദൈവത്തെ ആരാധിക്കുന്ന ആരാധനകൾ വർദ്ധിക്കുക എന്നുള്ളതാണ് അതിനെ തകർക്കാനുള്ള വഴി. ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി ഞാൻ ബൈബിളിൽ നിന്ന് ഇതിന് ഉപോത്ബലകമായ ചില റെഫറൻസുകൾ ചൂണ്ടിക്കാണിച്ചു തരാം. ദൈവമക്കള് ദൈവം നയിച്ച സ്ഥലത്തേക്ക് നയിക്കുമ്പോൾ അവരോട് ദൈവം കൊടുത്ത വാഗ്ദാനം
നിങ്ങൾ പോകുന്ന ദേശം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന്. ദേശം തരും. പഴയ നിയമത്തിൽ ദൈവമക്കളെ ദൈവം കാനാൻ ദേശത്തേക്ക് വിടുമ്പോൾ ദൈവം അവരോട് പറഞ്ഞിരുന്നത്, ആ ദേശം, നിങ്ങൾ കാലുകുത്തുന്ന ആ ദേശം ഞാൻ നിങ്ങൾക്ക് തരും. അപ്പം ആ ദേശം തങ്ങളുടെ സ്വന്തമാകുന്നതിന് ആദ്യം അവർ ചെയ്തത് ആ ദേശത്ത് ചെന്നിട്ട് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. പ്രളയം കഴിഞ്ഞ് ദൈവം ഭൂമിയെ നവീകരിച്ച് കഴിയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20-ാമത്തെ വാക്യം, 20 മുതൽ, ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20 മുതൽ വായിക്കാം. നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു, ശുദ്ധിയുള്ള, അവർക്ക് വായിച്ചേ, നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു, ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിലും നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല. എന്തെന്നാൽ തുടക്കം മുതലേ അവൻ്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെല്ലാം ഇനി ഒരിക്കലും നശിപ്പിക്കില്ല. ഭൂമി ഉള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും. അത് കഴിഞ്ഞ് നോഹയുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ചെയ്യണം. അപ്പം അതായത് നോഹ പ്രളയം കഴിഞ്ഞ് നവീകരിക്കപ്പെട്ട ഭൂമിയിൽ ആദ്യം ചെയ്ത പ്രവൃത്തി ദൈവത്തിന് ബലിപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു എന്നുള്ളതാണ്. ഇനി അവിടുന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ അബ്രഹാം ദൈവം നയിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12-ാമത്തെ അധ്യായം, 12-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനം. കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം. ഇനി അടുത്തത് ഉറക്കെ വായിച്ച് ശ്രദ്ധിച്ച് വായിക്കുക. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവൻ്റെ കൂടെ യാത്ര തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രഹാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രഹാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. കണ്ടോ, കാനാൻ ദേശത്ത് എത്തിച്ചേർന്നു. അബ്രഹാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കേമിൽ മോറയുടെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് കാനാൻകാർ അവിടെ താമസിച്ചിരുന്നു. കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു. ഈ നാട് ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൂർവ്വപിതാവായ അബ്രഹാം ആദ്യം ചെയ്തത് അവിടെ ഒരു ബലിപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. കണ്ടോ, കണക്ഷൻ കണ്ടോ? ഈ നാട് നിനക്ക് ഞാൻ തരും. എന്താണ് അതിനുള്ള ബിബ്ലിക്കൽ വേ? ഒരു ബലിപീഠം പണിത് അവിടെ ദൈവത്തെ ആരാധിച്ചു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് അബ്രഹാം ചെയ്തിട്ട് ഇന്നേക്ക് ഏതാണ്ട് 4000 കൊല്ലം കഴിഞ്ഞു. അബ്രഹാം ഇത് ചെയ്തിട്ട് ഏതാണ്ട് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ കാലത്ത് നിന്ന് പുറകോട്ട് പോയാൽ ഏതാണ്ട് 4000 കൊല്ലത്തിന് മുമ്പാണ് അബ്രഹാം ഇത് ചെയ്യുന്നത്. 4000 കൊല്ലം മുമ്പ് ഒരു സ്ഥലത്ത് ബലിപീഠം പണിത് ദൈവത്തെ ആരാധിച്ച ആ സ്ഥലം ഇന്നും ദൈവം തെരഞ്ഞെടുത്ത ജനതയുടെ സ്വന്തമാണ്. അവിടെ അവർ താമസിക്കുന്ന അബ്രഹാമിൻ്റെ മക്കൾ അനേകം വേട്ടയാടി. ഈ യഹൂദൻ വേട്ടയാടപ്പെട്ടതുപോലെ വേറെ ഒരു ജനതയും വേട്ടയാടപ്പെട്ടിട്ടില്ല. അനേകം വേട്ടയാടലുകളെ അതിജീവിച്ച് അബ്രഹാം ബലിപീഠം പണിത സ്ഥലത്ത് ഇന്ന് അബ്രഹാമിൻ്റെ മക്കൾ ജീവിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു ബലിപീഠം പണിതു, അവിടെ ഒരു ബലിപീഠം പണിതു. ആ ബലിപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. ഇനി 13-ാം അധ്യായത്തിലേക്ക് വരിക. 13-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, 13-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വായിക്കാം. 13-ാം അധ്യായത്തിൻ്റെ 14 മുതൽ. അബ്രഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ നൽകും. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. അബ്രഹാം തൻ്റെ കൂടാരം മാറ്റി
ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം പണിതു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ കണക്ഷൻ പിടിയിട്ടുന്നുണ്ടോ? അതായത് ഈ നാട് നിനക്ക് ഞാൻ തരും. ഓക്കെ, വാട്ട് ഈസ് ദ റെസ്പോൺസ്? ബലിപീഠം പണിത് ആരാധിച്ചു. ഒരു ദേശം പിടിച്ചെടുക്കപ്പെടുന്നത് ആരുടെ കയ്യിൽ നിന്ന്? ഈ അന്ധകാരത്തിൻ്റെ ലോകത്തിൽ നിന്ന് ഒരു ദേശം പിടിച്ചെടുക്കപ്പെടുന്നത് അവിടെ ബലിപീഠങ്ങൾ പണിത് ആരാധന ബലി നടക്കുമ്പോഴാണ്. അടുത്തത് 15-ാം അധ്യായം 7-ാമത്തെ വാക്യം. 15-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവിടുന്ന് തുടർന്ന് അരുളി ചെയ്തു, ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽദായരുടെ ഊറിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. അവൻ ചോദിച്ചു, ദൈവമായ കർത്താവേ, ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും? അവിടുന്ന് കൽപ്പിച്ചു, 3 വയസ്സുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചങ്ങാലിയെയും ഒരു ഇളംപ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക. അവൻ അവയെല്ലാം കൊണ്ടുവന്നവയെ 2ആയി പിളർന്ന് ഭാഗങ്ങൾ നേർക്കുനേരെ വെച്ച് പക്ഷികളെ പിളർന്നില്ല. പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിയോടിച്ചു. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഢനിദ്രയിലാണ്ടു. ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നീ അത് അറിഞ്ഞുകൊള്ളുക, നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും. അവർ ദാസ്യവേല ചെയ്യും, 400 കൊല്ലം പീഡനം അനുഭവിക്കും. എന്നാൽ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും. അതിനുശേഷം അവർ ധാരാളം സമ്പത്തുമായി തിരിച്ചു. അതെന്തെന്നറിയാമോ? അതായത്, ദൈവമേ, നീ എനിക്ക് ഈ നാട് തരുമെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെ സംഭവിക്കും? ദൈവം പറഞ്ഞു, ഒരു ബലിയർപ്പിക്ക്, അപ്പം ഞാൻ കാണിച്ചു തരാമെന്ന്. ഇതെങ്ങനെ സംഭവിക്കും? ഈ നാട് എങ്ങനെ എൻ്റെ സ്വന്തമാവും? ഈ ദേശം എങ്ങനെ പിടിച്ചെടുക്കപ്പെടും? ഈ ദേശം എങ്ങനെ ദൈവത്തിൻ്റെതാവും? ഒരു ബലിപീഠം പണിത് ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞു. അതാണ്. ഇനി 28-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. 28-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. യാക്കോബ് 28:13. കോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ തരും. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. 18. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴെ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു എന്ന് പറഞ്ഞാൽ ബലിയർപ്പിച്ചു. പിടികിട്ടുന്നോ? 33-ാം അധ്യായം എടുക്ക്. 33, 20, 33:18 മുതൽ. യാക്കോബ് പാദാനാരാമിൽ നിന്നുള്ള യാത്ര തുടർന്നു. കാനാൻ ദേശത്തുള്ള ഷെക്കേം പട്ടണത്തിൽ സുരക്ഷിതനായി എത്തിച്ചേർന്നു. അവിടെ നഗരത്തിനടുത്ത് കൂടാരമടിച്ചു. യാക്കോബ് ഷെക്കേമിൻ്റെ പിതാവായ ഹാമൂറിൻ്റെ മക്കളിൽ നിന്ന് താൻ കൂടാരമടിച്ച പറമ്പിൻ്റെ ഒരു ഭാഗം 100 നാണയത്തിന് വാങ്ങി. അവൻ അവിടെ ഒരു ബലിപീഠം പണിതു. അതിന് എലോഹൈ ഇസ്രായേൽ എന്ന് പേരിട്ടു. മതിയാവും. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്. ഒരു ദേശം ദൈവരാജ്യത്തിൻ്റെതായി മാറണമെങ്കിൽ അവിടെ ശരിയായ ആരാധന നടക്കണം. ഇത് മനസ്സിലായോ? ശരിയായ ആരാധന. 2 കാര്യങ്ങൾ, 2 ദിശകളിൽ നമ്മളിതിനെ പ്രായോഗികമായി എടുക്കേണ്ടതുണ്ട്. ഒന്ന്, ബലിയർപ്പണങ്ങൾ സജീവമാവണം. ഹൃദയം കൊണ്ട് ആരാധിക്കുന്ന ഒരു ജനത ദേശത്ത് രൂപപ്പെടണം. അതിനെന്താ ചെയ്യേണ്ടതെന്നറിയാമോ? അതിന് ഈശോ പറഞ്ഞു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളാകട്ടെ അറിയുന്നതിനെ ആരാധിക്കുന്നത് എന്താണെന്ന് അറിയണം. എന്താണ് ചൊല്ലുന്നത്, എന്താണ് പാടുന്നത്, എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയണം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കണം. ഹൃദയം വെച്ച്. സിറമല പക്വാനയിലുണ്ടല്ലോ, ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, സമാധാനം നിങ്ങളോട്. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനത രൂപപ്പെട്ട് വരണം. അതിന് ദൈവം തന്ന ഏറ്റവും അമൂല്യമായ സംവിധാനമാണ് പരിശുദ്ധ കുർബാന. അതെന്തുകൊണ്ടാണെന്നൊക്കെ ദൈവകൃപ അനുവദിക്കുമെങ്കിൽ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ വിശദീകരിക്കും. അതെന്തുകൊണ്ടാണ് ഏറ്റവും വലിയ ആരാധനയാവുന്നത്, എന്താണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, എന്തുകൊണ്ടാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്, എന്തിനാണ് ഈശോ വിശുദ്ധ കുർബാന അപ്പമായിട്ട് വന്നത്. അതുകൊണ്ട് അങ്ങനെ ആ കാര്യങ്ങളിലെല്ലാം കർത്താവ് നമ്മളെ സഹായിക്കുമെങ്കിൽ ഞാൻ അതെല്ലാം വിശദീകരിക്കും. ഇപ്പോൾ ആദ്യത്തെ കാര്യം ഇതാണ്. നമുക്കൊരു ദേശം നമ്മുടെ സ്വന്തമാകണമെങ്കിൽ അവിടുത്തെ ആരാധനകൾ സജീവമാവണം. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു വാഗ്ദാനം കിടപ്പുണ്ട്. അതായത് ഞാൻ ജനത്തിന് വേണ്ടി, ഞാൻ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിന് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ദേവാലയങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനമാണ്. കർത്താവ് പറയുകയാണ്, കർത്താവ് സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല. 2 മക്കബാർ 5:19. കർത്താവ് സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിന് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുക. അപ്പോൾ ജനത്തിന് വേണ്ടി ദൈവം ദേവാലയങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ ദേവാലയങ്ങൾ എന്നിട്ട് അവിടെ പറയുകയാണ്, ആ ജനത്തിൻ്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലവും പങ്കുചേർന്നു എന്ന് പറഞ്ഞാൽ ആ സ്ഥലം
അഭിഷേകം പ്രാപിച്ചതനുസരിച്ച് ജനം ക്ഷേമത്തിലും ഐശ്വര്യത്തിലുമായി. ആ സ്ഥലം നശിച്ച് തകർന്ന് പോയതനുസരിച്ച് ജനം കൂപ്പുകുത്തി താഴോട്ട് പോയി. ദൈവരാജ്യ ശുശ്രൂഷകൾ പ്രബലമാകണമെങ്കിൽ ആരാധനാ ഇടങ്ങൾ സജീവമാവണം. മനസ്സിലായോ? ഇതല്ലാതെ വേറെ വഴിയില്ല. അതിശക്തമായ ആരാധന എവിടെങ്കിലും നടന്നാൽ മതി. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ സ്റ്റേജിന് പുറകിൽ ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ല. പക്ഷേ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനക്കാർ രാവും പകലും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് അല്ലേ, 125 കിലോമീറ്റർ 150 കിലോമീറ്റർ ഇപ്പുറത്താണ്. പക്ഷെ ആ 150 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ഈ ജനത്തിന് വേണ്ട വചനം എന്നിലേക്ക് ഒഴുക്കപ്പെടാൻ അവിടെ ആരാധനകൾ നടന്നുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ഡാനിയലച്ചനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥനയൊന്നുമില്ല അവിടെ. ഈശോയെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഇങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ശക്തി ഒഴുകിക്കൊണ്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ദൈവരാജ്യത്തിൻ്റെ ശക്തി, ഹൃദയങ്ങൾ തുറക്കപ്പെടാനുള്ള ശക്തി. അപ്പോൾ അത് ആരാധന അല്ലാതെ വേറെ വഴിയില്ല. എനിക്ക് ഒത്തിരി സിസ്റ്റേഴ്സിന് വിഷമം തോന്നരുത്, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുള്ള ഒരു, ദൈവത്തിന് മഹത്വം നിലനിൽക്കട്ടെ, ഒത്തിരി സന്തോഷം തോന്നിയിട്ടുള്ളൊരു സിസ്റ്റേഴ്സിൻ്റെ സമൂഹമാണ് നമ്മുടെ കുന്നന്താനത്തെ പരിപാലനാ ഭവൻ, ഈ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് പ്രോവിഡൻസ് എന്നാന്ന് തോന്നുന്നു. അപ്പോൾ LSDP ആണോ? എന്തെങ്കിലും ആവട്ടെ, അത് തന്നെ. അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ ആ സിസ്റ്റേഴ്സ്, ഞാനവർ ഇപ്പോൾ ഒത്തിരി നാളായി പോയിട്ട്, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ ഞാൻ അവിടെ പോയി ധ്യാനിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുള്ളത് വിശുദ്ധരായ സിസ്റ്റേഴ്സ്, വിശുദ്ധരാണ്, കളങ്കം കുറവാണ്, മാലിന്യം അധികം കയറിയിട്ടില്ല. നിലനിൽക്കട്ടെ ദൈവമേ, ഇപ്പോഴും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒത്തിരി നാളായി പോയിട്ട് മാലിന്യം കുറവാണ്. നമ്മൾ പലയിടങ്ങളിലും പോകുമ്പോൾ കാണുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒത്തിരി വിശുദ്ധിയും കൃപയും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഒരു സിസ്റ്റർ മദർ മേരിലിറ്റി മരിക്കുന്നതിന് മുമ്പാണ് ഞാൻ ആ പ്രോവിഡൻറ്റ് പരിപാലനാ ഭവൻ്റെ മുമ്പിൽ നിന്ന് ആ അമ്മയോട് ചോദിച്ചു, ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, ഇവിടുത്തെ സിസ്റ്റേഴ്സിന് ഒരു വ്യത്യാസമുണ്ട്. അന്ന് ചെല്ലുന്ന സ്ഥലത്ത്, ഇപ്പോഴത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, അന്നത്തെ സമയത്ത് അന്ന് അവർക്ക് കിച്ചൺ സ്റ്റാഫൊന്നുമില്ല, വേലക്കാരൊന്നുമില്ല, എല്ലാം ഈ സിസ്റ്റേഴ്സ് തന്നെ ചെയ്യുന്നത്. പിള്ളേരുടെ കൂടെ കിടക്കുന്നത്, പിള്ളേരെ കുളിപ്പിക്കുന്നത്, അവരുടെ മലമൂത്ര വിസർജനങ്ങൾ എടുക്കുന്നത്, എല്ലാം ഇവർ തന്നെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ആ പള്ളിയോട് ചേർന്നുള്ളൊരു മുറിയിലാണ് അന്ന് ഉറങ്ങിയത്. ഞാൻ രാത്രിയിൽ ഇങ്ങനെ ആരോ നടന്നു പോകുന്ന ശബ്ദം കേട്ടിട്ട് ഉണന്ന് ജനലിലേക്കൂടെ വെളി നോക്കുമ്പോൾ കുറച്ച് സിസ്റ്റേഴ്സ് ഇങ്ങനെ ഒറ്റത്തോട് നടക്കുന്നുണ്ട്. ഞാൻ രാവിലെ ചെന്നപ്പോൾ ചോദിച്ചു, എവിടെ പോയാന്ന് ചോദിച്ചു. നിങ്ങൾ രാത്രി എവിടെ പോയാലും? അപ്പോൾ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഓരോ മണിക്കൂർ ഇങ്ങനെ ഇടവിട്ട് നിത്യാരാധനയുണ്ട്, രാവും പകലും ആരാധനയുണ്ട്, ഞങ്ങൾ അതിന് പോന്നാന്ന് പറയും. നോക്കണേ, നിങ്ങൾ പകല് മുഴുവൻ കിടന്ന് ഈ പിള്ളേരുടെ കൂടെ കഷ്ടപ്പെട്ടിട്ട് ഷിഫ്റ്റ് വെച്ച് ആരാധന മുടങ്ങാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മുറ്റത്ത് വെച്ചിട്ട് ഞാൻ ആ മദർ മേരിലിറ്റിയോട് ചോദിച്ചു, അമ്മ ഇത് നല്ല വ്യത്യാസമാണല്ലോ സിസ്റ്റേഴ്സിന്, ഒന്ന് ഭയങ്കര സന്തോഷം, നല്ല ഉല്ലാസം, ഒരു മന്ദതയില്ല മുഖത്ത്, കണ്ടാൽ തന്നെ ഒരു പ്രകാശം, ഉത്സാഹമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പുണ്യമാണ് ഉത്സാഹം. ഇങ്ങനെ മന്ദിച്ച് അങ്ങനെ ഇരിക്കുന്ന ആളുകളല്ല, അങ്ങനെയല്ല. ഉഗാണ്ടയിലുള്ള ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ട്, ഇവിടെ ഇല്ല, കേരളത്തിലില്ല. അപ്പോൾ അങ്ങനെ മന്ദതയാണ്, മുഖത്ത് നോക്കിയാൽ ഒരു പ്രകാശമില്ല. തൊലിയുടെ കളറല്ല ഞാൻ പറയുന്നത്, മുഖത്ത് നോക്കിയാൽ ഒരു പ്രകാശമില്ല. ദൈവസ്നേഹം, ഉത്സാഹം ഇല്ലെങ്കിൽ തന്നെ പരിശുദ്ധാത്മാവില്ലെന്നാ പറഞ്ഞേ ഹല്ലേലൂയ. ഉത്സാഹം ഇല്ലെങ്കിൽ മന്ദത. അപ്പോൾ ഇത് മന്ദതയൊന്നുമല്ല, നല്ല ഉഷിരാണ്, എല്ലാത്തിനും ഒരു ആവേശമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി, ഒരു ആവേശമാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് സിസ്റ്റേഴ്സ് എല്ലാം നല്ല ചെറുപ്പക്കാരികളൊക്കെ നല്ല ഉത്സാഹം, ഒരു വിഷമവും നിരാശയൊന്നുമല്ല. അന്ന് ആ മുറ്റത്ത് വെച്ച്, പരിപാലനാ ഭവൻ്റെ മുറ്റത്ത് വെച്ച്, സ്വർഗത്തിലൊരു നമ്മ കേൾക്കുന്നുണ്ടാവും, പരിപാലനാ ഭവൻ്റെ മുറ്റത്ത് വെച്ച് അന്ന് മദർ മേരിലിറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് പറഞ്ഞാണ്, കഴിഞ്ഞ 35 കൊല്ലമായിട്ട് ഇവിടെ നിത്യാരാധന മുടങ്ങിയിട്ടില്ല. സീ ദ ഡിഫറൻസ്. നിങ്ങൾ വ്യത്യാസം കണ്ടോ? നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാലും അതിനകത്ത് വ്യത്യാസമുണ്ട്. ആരാധന മുടങ്ങിയിട്ടില്ല. രാവും പകലും എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഷിഫ്റ്റ് വെച്ച് ആരാധന നടത്തി.
തൊടാൻ പറ്റില്ല. തൊട 7 അയലത്ത് വരാൻ പറ്റില്ല സാത്താന്. കാരണം എന്തറിയോ? അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്. രാജാക്കന്മാരുടെ രാജാവ്, നാഥന്മാരുടെ നാഥൻ. ആരാധിച്ച് മഹത്വപ്പെടുത്തി ദൈവത്തിന്റെ ഈശോയുടെ രാജത്വത്തെ അംഗീകരിച്ച് പ്രതാപവാനായി തേജസ്സോടെ, തങ്ക തേജസ്സോടെ പുത്രൻ തമ്പുരാൻ ഇങ്ങനെ നേരെ നിൽക്കുന്നിടത്ത് 7 അയലത്ത് വരാൻ പറ്റുമോ പിശാചിന്? 7 അയലത്ത്. അവന്റെ നോട്ടത്തിൽ നിഷ്പ്രഭമായി പോകും. നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. ആരാധന, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം കിട്ടുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. 10,000-കണക്കിന് നിത്യാരാധനാ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവാൻ പ്രാർത്ഥിച്ചാൽ ഇന്ത്യ ദൈവരാജ്യത്തിൻ്റെതാവും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? വേറെ ഒരു കളിയും നടക്കാൻ പോണില്ല. വേറെ ഒരു കളിയും നടക്കാൻ പോണില്ല. രാഷ്ട്രീയ സമവാക്യങ്ങളോ ബന്ധുബലമോ കായിക ശക്തിയോ അംഗബലമോ വോട്ട് ബാങ്കോ ബാങ്ക് ബാലൻസുകളോ ഉപകാരികളോ ഗുണകാംക്ഷികളോ അഭ്യുദയകാംക്ഷികളോ ഒന്നും സഹായിക്കാൻ പോണില്ല. ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലങ്ങൾ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. നമുക്കൊരു വേ ഔട്ട് ഇല്ല. അതുകൊണ്ട് പള്ളികൾ സജീവമാവട്ടെ, മഠങ്ങൾ സജീവമാവട്ടെ, പ്രസ്ബിറ്ററികൾ സജീവമാവട്ടെ, മെത്രാൻ മന്ദിരങ്ങൾ സജീവമാവട്ടെ. എല്ലായിടത്തും ആരാധന, എല്ലായിടത്തും. ഇതൊന്നും ഉട്ടോപ്യൻ ആശയങ്ങളൊന്നുമല്ല. മനസ്സ് വെച്ചാൽ എല്ലായിടത്തും നടക്കും. ഈശോയെ ആരാധിക്കുന്ന സ്ഥലങ്ങൾ, എപ്പോഴും ആരാധന, എപ്പോഴും പ്രാർത്ഥന, ഇടതടവില്ലാതെ ദൈവസ്തുതികൾ ഉയരുന്ന സ്ഥലങ്ങൾ. മുടങ്ങരുത്. വേറെ ഒരു പണിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നെ വിശ്വസിച്ചു ആളുകൾ. ഞാൻ നിങ്ങളോടല്ല പറയുന്നത് കേട്ടോ, ഞാൻ വൈദികരോട് സിസ്റ്റേഴ്സിനോട് പറയാണ്. വേറെ ഒരു പണിക്കും പോയില്ലെങ്കിലും കുഴപ്പമില്ല. തന്നോടുകൂടെ ആയിരിക്കാനും പിശാചുകളെ ബഹിഷ്കരിക്കാനും സുവിശേഷം പ്രസംഗിക്കാനും അവിടുന്ന് അവരെ വിളിച്ചു. ഒന്നാമത്തെ കാര്യം തന്നോടുകൂടെ ആയിരിക്കാൻ. പള്ളിയിൽ തന്നെ കിടന്നാലും വേണ്ടി, വേറെ ഒന്നിനും പോയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളാരും പട്ടിണി കിടക്കാൻ പോകണില്ല. നിങ്ങൾക്ക് ആർക്കും ഒന്നിൻ്റെയും കുറവുണ്ടാവാൻ പോകണില്ല. ഇത്രയേ ഉള്ളൂ. ഞാൻ ധ്യാനകേന്ദ്രത്തിലുള്ളവരോട് പറയും, നിങ്ങളിവിടെ ഒരു കരിയില പോലും പറക്കിയില്ലെങ്കിലും എനിക്ക് വിഷമമില്ല. പള്ളി കണ്ടോണം, ഈശോയുടെ അടുത്ത് വേണം, ആരാധനയുടെ മുമ്പിൽ ആൾ വേണം, ഈശോയുടെ അടുത്ത് ആൾ വേണം. നിങ്ങൾ ഒരു പണിയും ചെയ്യണ്ട. നിങ്ങൾ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച് നല്ല പോലെ കിടന്നുറങ്ങി ഒരു കരിയില പോലും പറക്കണ്ട. ഒറ്റ കണ്ടീഷൻ, ഈശോയുടെ അടുത്ത് ഈശോയെ ആരാധിച്ചുകൊണ്ട് ഇരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരൊറ്റ കാര്യം മതി ഒരു ദേശം വീണ്ടെടുക്കപ്പെടാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവാരാധനകൾ അച്ഛന്മാര്, സിസ്റ്റേഴ്സ്, കാറ്റഗിസം ടീച്ചേഴ്സ് എല്ലാം ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. കുർബാന എന്താ പഠിപ്പിക്കണം, എന്താ പ്രാർത്ഥിക്കുന്നത് പഠിപ്പിക്കണം. നന്നായിട്ട് പാടി, നന്നായിട്ട് പ്രാർത്ഥിച്ച്, ഹൃദയം കൊണ്ട് ആരാധിച്ച് ഒരു ആഘോഷമാവണം കുർബാനകൾ. വലിയൊരു ആഘോഷം. മനസ്സിലായ? ഉല്ലാസത്തോടെ ഉത്സാഹത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന സമൂഹങ്ങൾ രൂപപ്പെടണം. അവിടെ കർത്താവിൻ്റെ രാജ്യം സ്ഥാപിതമാകും. എല്ലാം തന്ത്രം. ഞാൻ ഒക്കൽഹോമ നിർത്തുകയാണ് കേട്ടോ. ലാസ്റ്റ് ഒക്കൽഹോമ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അമേരിക്കയിൽ. അവിടെ ഒരു കനാനായ യാക്കോബായ പള്ളിയിൽ വർഷങ്ങൾക്ക് മുമ്പ്, ഒത്തിരി വർഷം മുമ്പാണ്, 8-10 വർഷം മുമ്പാണ്, ഞാനും പോൾസമൃതനും കൂടെ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ധ്യാന സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ യാക്കോബായ പള്ളിയിലെ 3 ചെറുപ്പക്കാരാണ് ഈ ധ്യാനത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി 1 കൊല്ലത്തോളം പ്രാർത്ഥിച്ച് ധ്യാനം നടക്കാനിടയായത്. അപ്പോൾ അവർ ഞങ്ങളെ വണ്ടിയെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, ഡാനിയലച്ചാ, അതൊരു കാത്തലിക് ചേർച്ചിൻ്റെ ചാപ്പലാണ്, അച്ഛനൊന്ന് അത് നോക്കിക്കോ, ഒരു സംഭവം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ നിർത്തി. ഞങ്ങളത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ വണ്ടി വിട്ടു. വണ്ടിയിലിരുന്നിട്ട് അവർ ആ സംഭവം പറഞ്ഞു. ആ സ്ഥലത്ത് ഇന്ത്യക്കാരനായൊരു ഡോക്ടർ നടത്തുന്ന ഒരു അബോർഷൻ ക്ലിനിക് ഉണ്ടായിരുന്നു. 1000-കണക്കിന് കുഞ്ഞുങ്ങളെ ഗർഭത്തിൽ വെച്ച് തന്നെ കൊല ചെയ്ത, ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തിയ, കുഞ്ഞുങ്ങളുടെ ചോര നിലവിളി ഉയർന്ന ആ സ്ഥലം. ഒരു അമേരിക്കൻ ചെറുപ്പക്കാരനായ അച്ഛൻ, ഒരു അമേരിക്കൻ യുവ വൈദികൻ അവിടെ ആ പള്ളിയിൽ സ്ഥലം മാറി വന്നു. അതിന് തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. അദ്ദേഹം ആ പള്ളിയിൽ പ്രാർത്ഥിക്കുകയും ചുറ്റുപാടുകളെ വീക്ഷിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു അബോർഷൻ ക്ലിനിക്കാണത്.
കുഞ്ഞുങ്ങൾ നിർദാക്ഷിണ്യം നിർദ്ദയമായി കൊല ചെയ്യപ്പെടുകയാണ്, ദാരുണമായി കൊല ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അച്ഛനത് വേദനയായി കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കൂടെ വിളിച്ചിട്ട് അച്ഛനെന്തെന്നറിയാമോ, ആദ്യം ആ അബോർഷൻ ക്ലിനിക്കിൻ്റെ മുമ്പിലുള്ള റോഡിൽ നിന്ന് കരങ്ങൾ ഉയർത്തി ജപമാല ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അച്ഛൻ നേരെ പള്ളിയിലേക്ക് വന്ന് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും: ഈശോയെ, ഒരുപാട് കുഞ്ഞുങ്ങൾ, ഹെറോദേസ് കുഞ്ഞുങ്ങളെ കൊന്ന പോലെ ഒരുപാട് കുഞ്ഞുങ്ങളെ കൊല ചെയ്യുന്ന സ്ഥലമാണ് ഈശോയെ, അവിടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ വിശ്വാസത്തിൽ കാണുകയാണ്. ദൈവമേ, ഈ അരളിക്ക വെച്ച് നിന്നെ അവിടെ വെച്ച് എനിക്കവിടെ നിന്നെ ആരാധിക്കാൻ പറ്റണം ആ അബോർഷൻ ക്ലിനിക്കിൽ എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു നിയമവിരുദ്ധമായ പ്രവർത്തനത്തിന് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് ഈ ഇന്ത്യൻ വംശജനായ ഡോക്ടറെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോൾ വേറെ അനുബന്ധമായ കുറേ കേസുകളിലൂടെ കണ്ടെത്തി. അങ്ങനെ അയാളുടെ സമ്പത്ത്, ഫിനാൻസ് ഫ്രീസ് ചെയ്തു, സമ്പത്ത് മരവിപ്പിച്ചു. അയാളുടെ സമ്പത്ത് ലേലത്തിന് വെച്ചു. ലേലത്തിന് വെച്ച കൂട്ടത്തിൽ ഈ അബോർഷൻ ക്ലിനിക്കും ലേലത്തിന് വെച്ചു. ഈ അച്ഛൻ്റെ ഇടപെടൽ മൂലം അച്ഛൻ ഉൾപ്പെടുന്ന രൂപത ഈ അബോർഷൻ ക്ലിനിക്ക് ലേലത്തിലെടുത്തു. അവരത് വെഞ്ചരിച്ച് വിശുദ്ധീകരിച്ച് അത് കൺവേർട്ട് ചെയ്ത് ഒരാരാധന ചാപ്പലാക്കി പരിശുദ്ധ കുർബാന വെച്ച് യേശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയ. സാത്താൻ്റെ സാമ്രാജ്യം തകരാൻ ആരാധനയല്ലാതെ വേറൊരു വഴിയില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് ആരാധനാ കേന്ദ്രങ്ങൾ ഉയരണം. അതുപോലെ തന്നെ ദിവ്യകാരുണ്യം, പരിശുദ്ധ കുർബാന അർപ്പണങ്ങൾ സജീവമാവണം, അതിശക്തമാവണം. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കും. എഴുന്നേറ്റ് നിൽക്കാം.